ഈ എരപ്പൻ പ്രധാനമന്ത്രിക്ക് അറിയില്ല എവിടെ നിന്നാണ് ഇന്ത്യ വന്നത് എന്ന്. എത്ര ദാരിദ്ര്യമായിരുന്നു ഇന്ത്യയിലെന്ന്. ബന്നിന്റെ മുകളിൽ മുന്തിരി വച്ച പോലെ ഈ ചീർത്തു വീർത്ത അമിഷയൊക്കെ കയറിയിരിക്കുന്ന ഇന്ത്യ എവിടുന്നാ വന്നത് എന്നറിയില്ല നിങ്ങൾക്ക്. ദാരിദ്ര്യത്തിനെയും കഷ്ടപ്പാടിനെയും ഇന്ത്യ അതിജീവിച്ചത് മതത്തിന്റെ പേരിലല്ല, മനുഷ്യന്റെ പേരിലാണ്. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖുകാരനും ഒക്കെ. നിന്റെ മതത്തിന്റെ മനസ്സിലെ വിഷം കൊണ്ട് അവരെ അങ്ങ് പറിച്ചു കളയാൻ നീ ഇനിയും 1000 തന്തമാർക്ക് ജനിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇത് ഇന്ത്യയാണ്. ഒരു 2ാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവരാണ് ഞങ്ങളെന്ന് ഈ പുതിയ തലമുറയിലെ കുട്ടികൾ അഭിമാനിക്കുന്നു. ആ കുട്ടികൾക്ക് അഭിമാനമുണ്ട്. ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള സമരമാണിത്. ഒറ്റുകാർ വരുമ്പോൾ ജാഗ്രതയായിരിക്കുക, ജാഗ്രവത്തായി നിൽക്കുക, അവർക്കെതിരെ പൊരുതാനുള്ള കരുത്തായി മനസ്സിൽ സൂക്ഷിക്കുക. സമരങ്ങൾ അവസാനിച്ച് വീട്ടിൽ പോയാലും നെഞ്ചിൻ കൂട്ടിലെ രാഷ്ട്രീയത്തിന്റെ നെരിപ്പോട് കെടുത്താതെ ഇരിക്കുക. നമ്മളുടെ നാട് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രാജ്യങ്ങളിലൊന്നാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സ്വിറ്റ്സർലൻഡിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിനകത്ത് ലോകത്തിലെ ശതകോടീശ്വരൻ എന്ന് വിളിക്കുന്ന ലോകധനാഢ്യന്മാരിലെ ശ്രദ്ധേയനായ ജോർജ് സോറൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചത് ഇന്ത്യയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഗ്രേറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യയെ ലോകം മുഴുവൻ വിളിക്കുന്നത് ഇന്ത്യ മഹാരാജ്യമെന്നാണ്. എന്തിനാണ് ലോകം ഇന്ത്യയെ ഒരു മഹാരാജ്യം എന്ന് വിളിക്കുന്നത്? മാത്രം വലിയ മഹാകാര്യം എന്താണ് ഇന്ത്യയിലുണ്ട് എന്നവർ വിചാരിക്കുന്നത്? ഈ രാജ്യത്തിൻ്റെ വിസ്തൃതമായ ഭൂപ്രകൃതിയാണോ അങ്ങനെ വിളിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്? ഈ രാജ്യത്തിലെ മനോഹരമായ കൃഷിയിടങ്ങളും വയലേലകളും, ഈ രാജ്യത്തിലെ ലോകത്തിൽ മറ്റു രാജ്യങ്ങളിൽ കുറവായ ജനസംഖ്യയും പൗരന്മാരുടെ കർമ്മശേഷിയും സാമ്പത്തികമായ കരുത്തും സൈന്യത്തിൻ്റെ വലിപ്പവും ഒക്കെയാണോ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ ഒരു മഹാരാജ്യമായി നിൽക്കാനുള്ള യോഗ്യതയെന്ന് പറയുന്നത്? അല്ല. ആ കഴിവുകളുള്ള ഒരുപാട് രാഷ്ട്രങ്ങൾ ലോകത്തിലെ മറ്റ് ഒരുപാട് രാജ്യങ്ങൾക്കുണ്ട്, ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. അവർക്കൊക്കെ ഈ പ്രത്യേകതകളുമുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ വ്യത്യസ്തമാകുന്നത്, വ്യതിരിക്തമായി നിൽക്കുന്നത് ഇന്ത്യയുടെ മഹോന്നതമായ ഭരണഘടന കൊണ്ടാണ്. ഇന്ത്യ പ്രതിനിധാനം ചെയ്യുന്ന വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ കൊണ്ടും കാഴ്ചപ്പാടും കൊണ്ടാണ്. ഇന്ത്യ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല, മതാധിഷ്ഠിതമായ ഒരു രാജ്യമല്ല. എന്നാൽ ഇന്ത്യ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. മതാധിഷ്ഠിതമല്ല ഇന്ത്യ, എന്നാൽ എല്ലാ മതങ്ങളും ഉള്ളതാണ് ഇന്ത്യ. ഈ രാജ്യം ഭൂരിപക്ഷമുള്ളവരുടേത് അല്ല. ഭൂരിപക്ഷമുള്ളവർക്ക് ഈ രാജ്യം ഭരിക്കാം, ഭൂരിപക്ഷമുള്ളവരാണ് രാജ്യം ഭരിക്കുന്നത്. പക്ഷെ എന്നു കരുതി രാജ്യം ഭരിക്കുന്നവൻ്റെതല്ല. അതുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്നവനെയൊക്കെ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ജനങ്ങൾ തെരുവിലിറക്കി അവനെ വീണ്ടും ഹിതപരിശോധന നടത്തുന്നത്. ഭരിക്കുന്നവൻ്റെതായിരുന്നു രാജ്യമെങ്കിൽ അവൻ പിന്നെയും തുടർന്ന് ഭരിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ രാജ്യം കോൺഗ്രസിന്റെ കൈകളിൽ ആയി പോകുമായിരുന്നു. അവർ മാത്രമേ ഇന്ത്യ ഭരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഭൂരിപക്ഷമുള്ളവൻ്റെതുമല്ല ഇന്ത്യ, ഭരിക്കുന്നവൻ്റെതുമല്ല ഇന്ത്യ, ഭരണീയരുടേതാണ് ഇന്ത്യ. ഈ രാജ്യത്തിലെ ചില പദപ്രയോഗങ്ങൾക്ക്, ഇംഗ്ലീഷിലെ പദപ്രയോഗങ്ങൾക്ക് പോലും ഇന്ത്യയുടെ ഒരു പരിപ്രേക്ഷ്യമുണ്ട്. ഇന്ത്യ മാത്രം ഉണ്ടാക്കി വെക്കുന്ന ചില പരിപ്രേക്ഷ്യം. സെക്യുലാരിസം എന്ന് പറയുന്നത് ലോകത്തിലെ ഏത് രാഷ്ട്രത്തിൽ നിങ്ങൾ പോയി നോക്കിയാലും അത് മതനിരാസമാണ്. യൂറോപ്പിൽ പോയാൽ സെക്യുലാരിസം മതരഹിതമാണ്, മതമില്ലാത്തതാണ്. ഇന്ത്യ ഉപയോഗിക്കുന്ന സെക്യുലാരിസം എന്ന പദത്തിന് മതേതരത്വം എന്നാണ് അർത്ഥം. മതത്തെ, വ്യത്യസ്ത മതങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒന്നായിട്ടാണ് ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നതിന് നമ്മൾ കൊടുക്കുന്ന അർത്ഥം എന്ന് പറയുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ ഭരണഘടനയിൽ ആദ്യം വായിക്കുകയാണ്.
വി എന്ന് പറയുന്ന 2 അക്ഷരങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അർത്ഥമുണ്ട്. ഇന്ത്യൻ പരിപ്രേക്ഷ്യത്തിൽ അതിനർത്ഥം ഞങ്ങളെന്നല്ല, നമ്മളെന്നാണ്. നമ്മൾ, മാറ്റി നിർത്താൻ ആരുമില്ലാത്ത നമ്മൾ, അപ്പുറത്ത് നിൽക്കാൻ ആരുമില്ലാത്ത നമ്മൾ, നമ്മളെല്ലാവരും ഇന്ത്യക്കാർ. ഭാഷക്ക് ഇന്ത്യയുടെ പരിപ്രേക്ഷ്യമുണ്ട്, ചില സംജ്ഞകൾക്ക് ഇന്ത്യയുടെ പരിപ്രേക്ഷ്യമുണ്ട്. ഇന്ത്യ ലോകത്തിൽ ഒരു രാജ്യത്തിനും കാണിക്കാനാവാത്ത വണ്ണമുള്ള വൈവിധ്യങ്ങളുടെ നാടാണ്. ഇന്ത്യയെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് ഈ വലിയ മനോഹരമായ കാഴ്ചപ്പാടുകളാണ്. പ്ലൂറലിസം എന്ന് പറയുന്നത്, അതിന് നിങ്ങൾ പുതിയ ഡിക്ഷണറിയിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? പോളിഫോണി എന്നാണ്. എന്താണ് പോളിഫോണി? പോളിഫോണി എന്ന് പറയുന്നത് ഒരു സംഗീത ശില്പമാണ്. എത്ര മനോഹരമായിട്ടാണ് ഇന്ത്യയിലെ ഈ ഭരണഘടനയെ ഉണ്ടാക്കുമ്പോൾ എത്ര സൂക്ഷ്മതയോടെയാണ് ഓരോ പദങ്ങളും പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് ഇന്ത്യയെ പഠിക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾ പരിശോധിക്കേണ്ടതാണ്. പോളിഫോണി ഒരു സംഗീത ശില്പമാണ്. എങ്ങനെയാണത്? വ്യത്യസ്തമായ ഇൻസ്ട്രുമെന്റുകൾ, ഹാർമോണിയം ഉണ്ടാവും, തബലയുണ്ടാകും, ഗിറ്റാർ ഉണ്ടാവും, മാറി മാറി ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ, ഇതെല്ലാം ചേർന്ന് വ്യത്യസ്തമായ താള ലയത്തോടുകൂടെ അവരുണ്ടാക്കുന്ന മനോഹരമായ മ്യൂസിക്കൽ ശില്പത്തിനാണ് പോളിഫോണി എന്ന് പറയുക. ഇന്ത്യയുടെ പോളിഫോണി എന്ന് പറയുന്നത് ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധനും അടങ്ങുന്ന 4599 ജാതിയും മതങ്ങളും അടങ്ങുന്ന അവന്റെ സ്വരങ്ങളും അവന്റെ ഭാവങ്ങളും ഒക്കെ ലയിപ്പിച്ചെടുക്കുന്ന ഒരു പോളിഫോണിയാണ്, ഒരു സംഗീത ശില്പമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതാണ് ലോകത്തിൽ നിന്ന് ഇന്ത്യയെ മാറ്റി നിർത്തുന്ന സവിശേഷത എന്ന് പറയുന്നത്. ആ രാജ്യത്തെയാണ്, രാജ്യത്തെക്കുറിച്ചൊരു ബോധവുമില്ലാത്ത, ധാരണയില്ലാത്ത, ഈ രാജ്യം എന്ന് പറയുന്നതിനോട് പരമമായ പുച്ഛമുള്ള, വിദേശ രാജ്യങ്ങളോട് മാത്രം ഇമ്പങ്ങളും താല്പര്യങ്ങളും വെച്ച് പുലർത്തുന്ന കുറെ അപകടകാരികൾ തകർക്കാൻ ശ്രമിച്ചത്. അവർ തകർക്കാൻ ശ്രമിച്ചത് രാജ്യത്തിന്റെ ഈ മൗലികതയാണ്, അടിസ്ഥാനപരമായ മൂല്യങ്ങളെയാണ്. അതുകൊണ്ടാണല്ലോ അമിത്ഷാ ഇന്ത്യയുടെ പാർലമെന്റിൽ CAA അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞത്. എന്ത് വിഡ്ഢിത്തങ്ങൾ നിറഞ്ഞ പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പതിറ്റാണ്ടുകൾ ചരിത്രമുള്ള ഒരു ഇന്ത്യയിലെ എത്രയോ വലിയ ബുദ്ധിജീവികൾ ഇരുന്നിരുന്നാലോചിച്ച്, പടുതുകൾ പിന്നെയും പിന്നെയും അടച്ച്, എത്രയോ ദിനരാത്രങ്ങൾ ഉറക്കമിളച്ച്, കോടിക്കണക്കിന് ജനങ്ങളോട് സംവദിച്ച് രാജ്യമുണ്ടാക്കിയ ഒരു ഭരണഘടന ഒരൽപ്പനായ അമിത്ഷാ ഒരു ദിവസം കൊണ്ട് അങ്ങ് തകർത്ത് കളയുമ്പോൾ അയാൾക്കൊന്നും പറയാൻ ഉണ്ടാവില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. CAA കൊണ്ടുവരുമ്പോൾ അയാൾ പറഞ്ഞത് ബംഗ്ലാദേശിനും പാകിസ്ഥാനിനും അഫ്ഗാനിനും കുഴപ്പമുണ്ട്, അവരുടെ ഭരണഘടന കുഴപ്പമുള്ളതാണ്, ആ രാജ്യങ്ങൾ തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് അവരുടെ ഭരണഘടനയിലെ കുഴപ്പം തീർക്കാൻ ഇന്ത്യയുടെ ഭരണഘടന മാറ്റുന്നു. ഇതെന്തൊരു പൊട്ടത്തരമാണ്. നരേന്ദ്രമോദിയുടെ കണ്ണിൽ കരട് പോയാൽ അമിത്ഷായുടെ വായിക്കകത്തല്ലോ ഊതേണ്ടത്. പാകിസ്ഥാന്റെ കുഴപ്പമുണ്ടെങ്കിൽ, ബംഗ്ലാദേശിന് കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റേണ്ടത് അവരുടെ ഭരണഘടനയാണ്, പവിത്രമായ ഇന്ത്യയുടെ ഭരണഘടനയല്ല. അതല്ലേ മാറ്റേണ്ടത്. നിങ്ങൾ എന്താണ് പാകിസ്ഥാനെ കുറിച്ച് പറയുന്ന ആക്ഷേപം? അവിടുത്തെ മൈനോറിറ്റിയോട് അവർ മോശമായി പെരുമാറുന്നു, അതുകൊണ്ട് അവരിവിടെ വന്നാൽ അതല്ലേ പ്രശ്നം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ഇവിടുത്തെ മൈനോറിറ്റിയോട് മോശമായി പെരുമാറുന്നു. ഇതെന്താ സംബന്ധമാണ്? ശശി തരൂർ പറഞ്ഞത് ഇതാണ്. നിങ്ങൾ ഇന്ത്യയെ ഒരു കൊച്ചു പാകിസ്ഥാനാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഇന്ത്യയെ പാകിസ്ഥാന്റെ മറ്റൊരു പരിച്ഛേദമാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. അവന്റെ ഭരണഘടനയിലെ കുഴപ്പങ്ങൾ പരിഹരിക്കാൻ ഇവിടെയല്ല, ഇന്ത്യയിലല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ത്യയിൽ ജനിച്ച് ജീവിച്ച് 60 കൊല്ലം 70 കൊല്ലം 80 കൊല്ലം ഇന്ത്യയിൽ ജനിച്ച് ഇവിടെ ജീവിച്ച ഒരാൾ, അദ്ദേഹത്തിന്റെ ഈ രാജ്യത്തെ അത്രമേൽ സുരക്ഷിത ബോധത്തോടു കൂടിയല്ലേ എല്ലാവരും ജീവിക്കുന്നത്. നിർഭാഗ്യവശാൽ അയാൾക്ക് രേഖകളില്ല, കാണിക്കാൻ കഴിഞ്ഞില്ല. അയാളോട് നിങ്ങൾ പറയാണ്, നിങ്ങൾ രാജ്യം വിട്ടു പോകണം, അല്ലെങ്കിൽ ഡിറ്റൻഷൻ സെന്ററിലേക്ക് പോകണം. ഏത് കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അയാൾ ഇന്ത്യയുടെ കൂടെയുണ്ട്. കാർഗിലിൽ യുദ്ധം നയിക്കുമ്പോൾ അയാൾ ഇന്ത്യയുടെ സേനയുടെ മുമ്പിൽ തോക്ക് പിടിച്ചുണ്ട്. പക്ഷെ രേഖയില്ല.
അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കേണ്ടവനല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യക്കെതിരെ നിന്ന ഒരാൾ, ഇന്ത്യക്കെതിരായി പട നയിച്ച ഒരാൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നാൽ ഈ രാജ്യം അയാൾക്ക് രേഖയുണ്ടാക്കി കൊടുക്കും. എന്തുമാത്രം രസകരമാണ് ഈ രാജ്യത്ത് വരുത്തിയിട്ടുള്ള ഭരണഘടന മാറ്റം എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് ജീവിച്ചവർക്ക് രേഖയില്ലെങ്കിൽ ഡിറ്റൻഷൻ സെന്റർ, ഈ രാജ്യത്തു തന്നെ ജീവിക്കാത്തവന് ഈ രാജ്യം രേഖയുണ്ടാക്കി കൊടുക്കും. എന്തെല്ലാം അസംബന്ധങ്ങളാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. മറ്റൊന്ന്, മതത്തെ ഒരു ക്രിമിനൽ ശിക്ഷാവിധിക്ക് മതമെന്നതിനെ കാരണമാക്കാൻ എങ്ങനെയാണ് കഴിയുക? ഞാൻ ചോദിക്കുന്നത്, മതം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ അയാൾ ക്രിസ്ത്യാനിയാണ് എന്നതുകൊണ്ട് അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്ന് വെക്കുക. ക്രിസ്ത്യാനി ആയതുകൊണ്ട് അയാളെ തൂക്കാൻ വിധിച്ചു, രാജ്യം കടത്താൻ തീരുമാനിച്ചു. രാജ്യം കടക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം അയാൾ പറഞ്ഞു, ഞാൻ ആ മതം വിട്ടു. തീർന്നില്ലേ? മതം അങ്ങനെ വിടാലോ. മതം വിടാൻ എന്താ പ്രയാസം? മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ദേഹത്ത് കുത്തുന്ന ചാപ്പയല്ല. മതം അവന്റെ ഹൃദയത്തിനകത്തുള്ള ഒരു വിശ്വാസമാണ്. മതം അവന്റെ ഹൃദയത്തിനകത്ത്, മൻ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് മതം എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടാവുന്നത്. അമിഷക്ക് എന്ത് സംസ്കൃതം, അമിഷക്ക് എന്ത് പാരമ്പര്യം, അയാൾക്ക് എന്തറിയാം? മതം എന്ന് പറയുന്നത് ഒരു ചാപ്പകുത്തലല്ല. മതം ഒരു വിശ്വാസമാണ്. ഹൃദയത്തിനകത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുന്ന വിശ്വാസമാണ്. ഞാനതങ്ങ് വിട്ടാൽ തീർന്നോ? നിങ്ങൾ ഇവിടെ ഇന്ത്യയിലേക്ക് തസ്ലീമ നസറിനെ കൊണ്ടുവന്ന് ഈ രാജ്യം പൗരത്വം കൊടുത്തു. ആരാണ് തസ്ലീമ നസറിൻ? ബംഗ്ലാദേശുകാരിയാണ്. എന്തിനാണ് നസറിന് ബംഗ്ലാദേശിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നത്? അവിടുത്തെ ഭരണകൂടം തസ്ലീമ നസറിനെ ലജ്ജ എന്ന പുസ്തകം എഴുതിയപ്പോൾ അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നതിന്റെ പേരിൽ ബംഗ്ലാദേശിൽ നിന്ന് അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ അവർ രാജ്യം വിട്ടു. അമിത്ഷയോട് ചോദിക്കട്ടെ, ഇനി തസ്ലീമ നസറിനെ പോലെ ഒരാൾക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കാൻ നിങ്ങളുടെ CAA വഴി കഴിയുമോ ഈ രാജ്യത്ത്? കാരണം നിങ്ങൾ പറയുന്നത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും മുസ്ലിങ്ങളല്ലാത്തവരെ പീഡിപ്പിക്കുന്നു എന്നാണ്. എങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന തസ്ലീമ നസറിൻ മുസ്ലിം അല്ലേ? ആ രാഷ്ട്രമല്ലേ അവരെ പീഡിപ്പിച്ചത്? അതിന്റെ പേരിലല്ലേ ഇന്ത്യ പൗരത്വം കൊടുത്തത്? അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നതിന്റെ ന്യായവാദം എന്താണ്? അതൊന്നും നിങ്ങൾ പറഞ്ഞേ. എന്താണ് അതിന്റെ ന്യായവാദം? ഇത് വസ്തുതാപരമായി പരിശോധിച്ചാൽ ഇതൊന്നുമല്ല കാര്യം. ഇതൊരു വലിയ കുഴപ്പമുണ്ടാക്കലാണ്. മനുഷ്യന്റെ മനസ്സിൽ മതിൽ കെട്ടാനുള്ള പരിശ്രമമാണ്. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, രാജ്യം ഭരിക്കാൻ വൈകാരികത കൊണ്ട് സാധിക്കില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാജ്യം ഭരിക്കാൻ വൈകാരികത കൊണ്ട് കഴിയില്ല. രാജ്യത്ത് ഭൂരിപക്ഷം കിട്ടാൻ വൈകാരികത മതി, മതം പറഞ്ഞാൽ മതി. മതം പോലെയുള്ള ഒരു കുഴപ്പം പിടിച്ച ആളുകളെ വശത്താക്കാൻ കഴിയുന്ന വേറെ ഉപകരണമില്ലല്ലോ. മതം ഉപയോഗിക്കാം, പക്ഷെ വൈകാരികത കൊണ്ട് രാജ്യം ഭരിക്കാനാവില്ല. നിങ്ങൾ എല്ലാവരെയും മതം പറഞ്ഞിളക്കി വിട്ട് വർഗീയത കൊണ്ട് രാജ്യത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കി ഭരിക്കാൻ വന്നു. പക്ഷെ നിങ്ങൾക്കിത് അറിയില്ല, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. രാഷ്ട്രമീമാംസയുടെ ബാലപാഠം പോലും ഈ നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും അറിയില്ല. അതിന്റെ ഫലം എന്താണ്? രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. അല്ലാതെ ഇവിടുത്തെ മുസ്ലിങ്ങളെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണുന്നില്ല എന്നും ഞങ്ങൾക്കറിയാം. കാരണം അത് നടക്കണ കാര്യമൊന്നുമല്ല. എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ മലയാളികളാണ്, നമ്മൾ ഇന്ത്യക്കാരനാണ്. അവിടെ മാത്രം തീരുന്നില്ലല്ലോ പ്രശ്നം. നമ്മളൊരു അന്താരാഷ്ട്ര പൗരന്മാരാണ്. ഒരു രാജ്യത്തെ റെഫ്യൂജി ആരാണ്? ഒരു രാജ്യത്ത് അതിരു കടന്നു വരുന്നവൻ ആരാണ്? ഒരു രാജ്യത്തെ അഭയാർത്ഥി ആരാണ്? ഇതൊക്കെ തീരുമാനിക്കുന്നത് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടമല്ല, ഇന്ത്യയുമല്ല, പാകിസ്ഥാനുമല്ല, അമേരിക്കയുമല്ല. അത് തീരുമാനിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹമാണ്. ഇന്ത്യയല്ല ഒരു പൗരന്റെയും ഒരു റെഫ്യൂജിയുടെയും ഒരു അഭയാർത്ഥിയുടെയും ഒക്കെ നിർവചനം കൊടുക്കേണ്ടത് ഇന്ത്യയല്ല, അത് അന്താരാഷ്ട്ര നിയമമാണ്. എങ്കിലും ഞാൻ ചോദിക്കുന്നത്, നമ്മളൊക്കെ അന്താരാഷ്ട്ര പൗരന്മാരാണ്. ഒരു രാഷ്ട്രം കാണിക്കുന്ന തോന്നിവാസങ്ങൾ ഞങ്ങൾ ഒരു രാഷ്ട്രമാണ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കളിക്കാൻ കഴിയില്ല ആധുനിക ലോകത്ത്. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഇറാന്റെ മുകളിൽ കൊണ്ടുവന്ന് അമേരിക്ക ബോംബിടുമ്പോ അവര് പറയുന്നതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ന്യായവും അവരെ വിമർശിക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ന്യായവാദങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇത് ഇന്ത്യ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ഒരു കുണ്ടിലെ തവളയൊന്നുമല്ല. നിങ്ങൾക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളെ, അതും 25 കോടിയോളം വരുന്ന മുസ്ലിങ്ങളെ,
അവരെ അങ്ങ് തിന്നു തീർക്കാൻ പറ്റിയ വയറൊന്നും നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഇല്ലെന്നത് കാലത്തിനറിയാം. നിങ്ങൾക്കൊന്നാവാൻ പോണില്ല. അതൊക്കെ ചുമ്മാ നിങ്ങൾ പടായി വിടുകയാണ്. നിങ്ങൾ സത്യത്തിൽ ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തെറ്റിച്ച് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കഴിവുകേടുകളെ മറക്കുകയാണ്. അതാണ് വസ്തുത. നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല, ഈ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. നോട്ട് നിരോധനം നടത്തുമ്പോൾ ഒരു അന്തംഗം ഈ പൊട്ടൻ പോലും ചെയ്യാത്തതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്തു വെച്ചത്. നിങ്ങൾക്കറിയില്ല. ഈ രാജ്യം നിങ്ങൾക്കറിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാജ്യമാണ്. ഒരുപാട് രാഷ്ട്രങ്ങളെ പോറ്റുന്നത് ഈ നാട്ടിൽ ഇന്ത്യക്കാരൻ പണിയെടുക്കുന്ന ഭക്ഷണം കൊണ്ടാണ്. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഈ രാജ്യത്തിന്റെ കയറ്റുമതിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇന്ത്യയുടെ കാർഷിക രംഗത്തിന്റെ സ്ഥിതി എന്താണ്? തകർന്ന് നാരായണക്കല്ലെടുത്തില്ലേ? എത്രമേൽ ഭീകരമായി തകർന്നു പോയി ഇന്ത്യ. ഇന്ത്യയുടെ കാർഷിക രംഗം തകർന്നു തരിപ്പണമായി. ലക്ഷക്കണക്കിന്, ഏകദേശം ഒരു 4 ലക്ഷത്തിലധികം ആളുകൾ കഴിഞ്ഞ 6 കൊല്ലത്തിനിടയിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തു. അമിത്ഷാ കണക്കെടുത്തോ? അതിലെത്ര ഹിന്ദു, അതിലെത്ര മുസ്ലിം, അതിലെത്ര ക്രിസ്ത്യാനി? എന്താ നിങ്ങൾ കണക്കെടുക്കാത്തത്? എന്താ എടുക്കാത്തത്? പക്ഷെ മരിച്ചുപോയവർ മുഴുവൻ കർഷകരാണ്. ഇന്ത്യയുടെ തെരുവിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. വ്യാപകമായി അവർ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ വിപണിയിലേക്ക് കയറ്റി അയക്കാനാവാത്ത വണ്ണം തെരുവിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നരേന്ദ്രമോദി പറയുന്നത്, ഏയ് കാർഷിക രംഗം തകർന്നോട്ടെ എന്ന്, ഞാൻ ഇന്ത്യയെ ഡിജിറ്റൽ ഇന്ത്യയാക്കും, കോപ്പിലെ ഇന്ത്യയാക്കുമെന്നാണ് പറയേണ്ടത്. നരേന്ദ്രമോദി ഡിജിറ്റൽ ഇന്ത്യയാക്കണമെങ്കിൽ ഇന്ദ്രൻസ് പറഞ്ഞ പോലെ മിനിമം ഇന്റർനെറ്റ് എങ്കിലും വേണം. കഴിഞ്ഞ 2019 100 തവണയാണ് നിങ്ങൾ ഇന്റർനെറ്റ് ഇന്ത്യയിൽ ഡിസ്കണക്ട് ചെയ്തത്. 2014 മുതൽ 19 ഡിസംബർ വരെ ലോകത്ത് ഇന്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്ത 61% ഇന്ത്യയിലാണ്. പിന്നെ എങ്ങനെയാണോ ഈ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ആക്കുക? നിങ്ങൾ നോട്ട് നിരോധിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ പ്രോത്സാഹിപ്പിക്കുമെന്നാണ്. മോഡി ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ ഇന്റർനെറ്റ് വേണം. ഇന്റർനെറ്റ് കട്ട് ചെയ്താൽ പിന്നെ എങ്ങനെയാ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുക? നിങ്ങൾ പരിശോധിക്കുക. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ലോകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കുക. ആ മാറ്റങ്ങളിലെ ഒരു 10 എണ്ണം നിങ്ങൾ എടുക്കുക. ഒരു 10 എണ്ണം. ഒന്ന് നമുക്ക് GPS എടുക്കാം, ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം എന്ന് പറയും. പണ്ട് മോഹൻലാലിന്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു. അതിലിങ്ങനെയാണ് പറയുന്നത്, എന്താണ്? വഴി ചോദിക്കുമ്പോൾ പറയും, ചോദിച്ച് പോവാം. അത് മലയാളിയുടെ ഒരു ശീലമാണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പുറപ്പെട്ടാൽ, പൊന്നാനിക്ക് പുറപ്പെട്ടാൽ ഇന്നാളെ വീട്ടിലേക്ക് ഓരോ ടേണിങ് എത്തുമ്പോഴും ചോദിക്കും, എന്താ വഴി, എന്താ വഴി, എന്താ വഴി? ആ കാലം പോയില്ലേ? ഇപ്പൊ നേരെ ചാവക്കാട് നിന്ന് കാറിൽ കയറി എന്താണ് GPS എടുത്ത് ഒരടിയാണ് പൊന്നാനി ഇന്ന സ്ഥലം. പിന്നെ നല്ല ഉറക്കാണ്. ബാക്കിയൊക്കെ ഗൂഗിൾ നോക്കിക്കോളും. ഇടത്തോട്ട് വലത്തോട്ട്, ഇടത്തോട്ട് വലത്തോട്ട്. അങ്ങനെയാണ് ഇപ്പൊ യാത്ര ആളുകളുടെ. ഈ GPS ലോകത്ത് വരുത്തിയ മാറ്റം എന്താണ്? അത്ഭുതമാണ്, അത്ഭുതമാണ്. ഇന്റർനെറ്റ് വന്നു, എന്താണ് ഫേസ്ബുക്ക് വന്നു, വാട്സാപ്പ് വന്നു, ട്വിറ്റർ വന്നു, എന്തെല്ലാം. ഈ അത്ഭുതങ്ങളിൽ ഏതെങ്കിലും ഒന്നില് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിന് ഒരു കടുകുമണിയുടെ സംഭാവന ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യ എത്ര വലിയ രാജ്യമാണ് മോഡി. ദാരിദ്ര്യങ്ങളുടെയും കഷ്ടപ്പാടിന്റെയും നടുവിൽ വെച്ചാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു IIT ഉണ്ടാക്കുന്നത്, IIM ഉണ്ടാക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഒരു ലോകത്തിലെ എഡ്യൂക്കേഷന്റെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാൽ ലോകത്തിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള സർട്ടിഫിക്കറ്റ് IIT-യുടേതാണ്. ഇന്നല്ല, ഇന്ന് ഇന്ത്യയുടെ IIT-യുടെ റേറ്റിംഗ് തകർന്നു പോയി. ലോകത്തിന്റെ ശാസ്ത്രത്തിന് ഇന്ത്യ ഒരുപാട് സംഭാവന സമർപ്പിച്ചിട്ടുണ്ട്. ആ ഇന്ത്യ ഇന്ന് എവിടെയാണ്? ആ ഇന്ത്യ ഇന്ന് എവിടെയാണ്? കഴിഞ്ഞ 10 വർഷം ലോകത്ത് നടന്ന ഒരു മാറ്റത്തിലും നിങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ്, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പത്രങ്ങളിലൊന്ന്, 2010 എഴുതി. ഇന്ത്യ ഇതാ ലോകത്തിലെ ചാമ്പ്യന്മാരാവുകയാണ്. വരുന്ന കാലത്ത് ഇന്ത്യയാണ് ലോകത്ത് നയിക്കാൻ പോകുന്നത്. 2026 ആകുമ്പോഴേക്കും ഇന്ത്യ ജർമ്മനിയെ മറികടക്കും. 2010 എഴുതിയതാണ്. പക്ഷെ വാഷിംഗ്ടൺ പോസ്റ്റിന് മനസ്സിലായില്ല. അതിനിടയിൽ ഈ 2 പൊട്ടന്മാർ വന്ന് ഇന്ത്യ ഭരിച്ചു കളയുമെന്ന് അന്ന് അവർ മനസ്സിലാക്കിയില്ല. എവിടൊക്കെ നമ്മൾ കൂപ്പുകുത്തിയിരിക്കുന്നത്? 2026 ജർമ്മനിയെ മറികടക്കും എന്ന് പറഞ്ഞ ഇന്ത്യ ലോകത്തിലെ GDP-യിൽ ബംഗ്ലാദേശിനേക്കാൾ 5% കുറവായി നമ്മൾ നിൽക്കുകയാണ്. ബംഗ്ലാദേശിന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഇവിടുന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്നല്ലേ? എന്നാ സൂക്ഷിച്ചോളൂ, ഞങ്ങൾ ആരും ഇന്ത്യയിലേക്ക് വരാൻ പോണില്ല. കാരണം അവിടുത്തെ GDP തകർന്ന് നാരായണക്കല്ലെടുത്തിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ സാമ്പത്തികമായി പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് കടന്നു വരരുത്.
ഈ അപമാനം സഹിക്കേണ്ടി വന്നത് നിങ്ങളുടെ വില കുറഞ്ഞ രാഷ്ട്രീയ കളികൾ കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾ ഭരിച്ചില്ല, എന്നാൽ നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഭരിച്ചോ? ഹിന്ദുക്കൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കളുടെ പാർട്ടിയാണ് എന്നാണ്. അല്ലത് ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങളുടേത് കൃത്യമായി ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണ്. ഹിന്ദുത്വ എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. അതിൽ മതമൊന്നുമില്ല, അതിൽ മതമില്ല. അത് ഹിന്ദുക്കൾക്ക് വേണ്ടിയുമല്ല. ഹിന്ദുയിസം എന്ന് പറയുന്നത് ഗാന്ധിജിയുടേതാണ്, ബാപ്പുജിയുടേതാണ്. അവസാനത്തെ ശ്വാസം തന്നിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന നിമിഷത്തിലും റാം റാം എന്ന് പറഞ്ഞു മരിച്ചുപോയ ബാപ്പുജിയാണ് സനാതനനായ ഹിന്ദു എന്ന് പറയുന്നത്. നിങ്ങൾ ഹിന്ദുവല്ല, നിങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയമാണ്, സവർക്കറുടെ രാഷ്ട്രീയമാണ്. എന്നാലും വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കട്ടെ, നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, കഴിഞ്ഞ 6 വർഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഇന്ത്യയിലെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നതിന് ലോകത്തിലൊരു മാനമുണ്ട്. എന്താണ് ആ മാനം? ലോകത്തിൽ മറ്റാരും പറയാത്തത് പലതും ഈ രാജ്യത്തെ ഹിന്ദുക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് വസുദേവ കുടുംബകം എന്നാണ്. അതിരുകളില്ലാത്ത വിധം ലോകമേ ഞങ്ങളുടെ തറവാട് എന്ന് പറയുന്ന വസുദേവ കുടുംബകം എന്നാണ്. ലോകമാണ് ഞങ്ങളുടെ തറവാട്, അതിൽ അതിരുകളില്ല, അതിൽ അതിർത്തി കൊണ്ട് മനുഷ്യനെ വേർതിരിക്കാനാവില്ല, എല്ലാവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് വിവേകാനന്ദൻ പറഞ്ഞതാണ് ഇന്ത്യയുടെ മൗലികത. നിങ്ങൾ മിനിമം ഇന്ത്യക്കാരനെയെങ്കിലും സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ ഈ 6 വർഷം ശ്രമിച്ചോ? 6 വർഷം ശ്രമിച്ചോ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഹിന്ദു മൂല്യങ്ങളുടെ അടിസ്ഥാന ഘടകമാണ്. ലോകത്തിലെല്ലാവർക്കും ശാന്തി ഉണ്ടാവണം. ഞാൻ ചോദിക്കുന്നത് ലോകത്തിലെല്ലാവർക്കും അല്ല. രക്ഷിതാക്കളായി നിങ്ങൾ ഈ രാജ്യം ഭരിക്കുമ്പോൾ ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് ശാന്തി ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചോ? നിങ്ങൾ എന്തായിരുന്നു ശ്രമിക്കേണ്ടത്? ഇതാ കണ്ടോ, ഞങ്ങളിതാ ഹിന്ദു മതത്തിന് വേണ്ടി ഭരിക്കുകയാണ്. കോൺഗ്രസ് ഭരിച്ച പോലെയല്ല, NCP ഭരിച്ച പോലെയല്ല, ഘടകകക്ഷികൾ ഭരിച്ച പോലെയല്ല. ഞങ്ങൾ ഭരിച്ചാൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് കാണിക്കാനെങ്കിലും ഈ 6 വർഷം മോഡി ശ്രമിച്ചോ? ശ്രമിച്ചില്ലല്ലോ. മധുരയിലെ യുപിയിലെ മധുര നമ്മുടെ തമിഴ്നാട്ടിലെ മധുരയല്ല. യുപിയിലെ മധുര ഭഗവാൻ കൃഷ്ണന്റെ മധുരയാണ്, കൃഷ്ണന്റെ ജന്മസ്ഥലമാണ്. നിങ്ങൾ മധുരയിൽ പോയി നോക്കിയിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. മധുരയിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഭഗവാൻ കൃഷ്ണന്റെ ജന്മസ്ഥലത്ത്. ആ ക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിനല്ല, 10,000-കണക്കിന് അമ്മമാരുണ്ട്. ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി നോക്കിയാൽ അവിടെ കഷായ വസ്ത്രം ധരിച്ച അമ്മമാരെ കാണാം. ഭഗവാൻ കൃഷ്ണന്റെ കാമുകിയാണ് രാധ. രാധയുടെ ഓർമ്മയെ പുതുക്കാനാണ് തെരുവുകളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടു പോയ, നോക്കാൻ മക്കളില്ലാത്ത, രക്ഷിതാക്കളില്ലാത്ത നിരാശ്രയരായ ഈ അമ്മമാർ ഈ ക്ഷേത്രത്തിൽ വന്ന് പാർക്കുന്നത്. ഞങ്ങൾ കൃഷ്ണന്റെ രാധമാരാണ്. 2014 സുപ്രീം കോടതി പറഞ്ഞു, ആ അമ്മമാരെ പരിരക്ഷിക്കണം. അവർക്ക് ഭക്ഷണമില്ല, മാറാത്ത രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുകയാണ് അവരെ രക്ഷിക്കണം. 2014 ഹിന്ദു സമൂഹത്തെ അപമാനിക്കാൻ, പരിഹസിക്കാൻ കഷായ വസ്ത്രം ധരിച്ച് നടക്കുന്ന ഭ്രാന്തനായ യോഗിയാണല്ലോ ഉത്തർപ്രദേശ് ഭരിക്കുന്നത്. ശബരിമലയിൽ ഒരു നിയമമുണ്ട്, അവരുടെ ഒരു ആചാരമാണ്, അവരുടെ ഒരു വിശ്വാസമാണ്. 10നും 50നും ഇടയിൽ പ്രായമുള്ള പെണ്ണുങ്ങൾ അവിടെ വരരുത്. അത്രേ ഉള്ളൂ കാര്യം. അതിൻ്റെ പേരിൽ രാജ്യത്ത് വലിയ കുതൂഹലങ്ങൾ ഉണ്ടാക്കി, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ശക്തമായി സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരായി നിന്നവരാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഓരോ മതത്തിലും ഓരോ വിശ്വാസങ്ങളില്ലേ? ഏത് മതത്തിലാണ് വിശ്വാസങ്ങളില്ലാത്തത്? സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോയാൽ ക്ഷേത്രം പൊളിഞ്ഞു പോകുമോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നും പൊളിയില്ല. പക്ഷെ അതൊരു മതത്തിൻ്റെ വിശ്വാസമല്ലേ? ഇപ്പൊ നിങ്ങൾ ബാങ്ക് കേട്ടില്ലേ? 2 പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എപ്പോഴും കേൾക്കാറില്ലേ നിങ്ങൾ? സുബഹിക്കും കേൾക്കും. ആ പള്ളിക്ക് നിങ്ങൾ ഇന്നുവരെ ചാവക്കാട് നിന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് ബാങ്ക് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? എന്തേ പെണ്ണ് ബാങ്ക് കൊടുത്താൽ മൈക്ക് പൊളിഞ്ഞു പോവോ? പള്ളി ഇല്ലാണ്ടാവോ? ഇല്ല. പക്ഷേ പെണ്ണുങ്ങൾ ബാങ്ക് കൊടുക്കാറില്ല. ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങളുടെ യുക്തിക്ക് അത് നിരക്കണമെന്നില്ല. കാണാത്ത അള്ളാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. എന്തിനാ ഈ കാണാത്ത അള്ളാഹുവിനെ? എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് പോരെ? നിങ്ങൾക്ക് ചോദിക്കാം, യുക്തി ഉള്ളതൊക്കെ വിശ്വസിക്കുന്നത് എന്താ കാര്യമുള്ളത്? യുക്തിക്ക് നിരക്കുന്നത് മാത്രം വിശ്വസിക്കുന്നെങ്കിൽ വിശ്വാസത്തിന്റെ ഫലം എന്താണ്? വിശ്വാസം എന്ന് പറയുന്നതിന് ഫലമുണ്ടോ? അത് നിങ്ങൾ യുക്തി കൊണ്ട് മറുപടി പറയുന്നതിന് മാത്രമല്ല, അതാണ് അത് നെഞ്ചിൻ കൂട്ടിനകത്താണെന്ന്. ഇന്നാക്രമക്കും ഇൻദല്ലാഹി യതഖാക്കും, ഹൃദയത്തിനകത്തേക്ക് മാത്രമാണ് എന്റെ നോട്ടമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്.
ഹൃദയത്തിനകത്ത് ഞങ്ങൾ സൂക്ഷിക്കുന്ന വിശ്വാസമാണ്. എല്ലാ മതത്തിലും അതുണ്ട്. അതുകൊണ്ട് ശബരിമലയിൽ അവരുടെ വിശ്വാസത്തെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിന്റെ പേരിൽ നിങ്ങൾ രാജ്യത്ത് മതിലുണ്ടാക്കി. എനിക്ക് ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം അതായിരുന്നു. മതിലുണ്ടാക്കി നിങ്ങൾ. ആ മതിലിൽ നിങ്ങൾ കൊണ്ടുവന്ന് ചെയ്യരുതാത്തത് ചെയ്തു. മാപ്പിള പെണ്ണുങ്ങളെ മതിലിൽ നിർത്തി നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്ത് പത്രങ്ങൾക്ക് കൊടുത്ത് ദേശാഭിമാനിയും കൈരളിയും അത് ആഘോഷിച്ചു. പാടുണ്ടായിരുന്നോ? മുസ്ലിം പെണ്ണുങ്ങൾക്ക് ആ മതിലിൽ എന്തായിരുന്നു കാര്യമുണ്ടായിരുന്നത്? പർദ്ദ ഇട്ട മതിലിൽ പോയി നിൽക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഞങ്ങൾക്കും ഇതുപോലെയുള്ള ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ഇതുപോലെയുള്ള രീതികളുണ്ട്. മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന മതിലിൽ പോയി പർദ്ദയും ഇട്ട് നിൽക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നോ? ഈ പൗരത്വത്തിന്റെ പ്രശ്നം വരുമ്പോൾ രാജ്യത്തിന്റെ തെരുവുകൾ ഇറങ്ങിയ കോടിക്കണക്കിന് ഹിന്ദു മതവിശ്വാസികളെ കുറിച്ച് എന്താ നിങ്ങൾ ആലോചിച്ചില്ല? ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ വൃത്തികെട്ട രീതികൾക്ക് പോയി നിന്നു കൊടുത്താൽ പിന്നീട് തലയിൽ മുണ്ടിട്ടിറങ്ങേണ്ടി വരുമെന്നത് അവിടെ പോയി നിൽക്കുന്നവർക്ക് തിരിച്ചറിയാത്ത ഒരു രാഷ്ട്രീയമാണ്. പിന്നീട് ഖേദിക്കേണ്ടി വരും. ആ നിലപാടാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. അവിടെ പെണ്ണുങ്ങളെ കൊണ്ടുപോയി നിർത്തി. നിങ്ങൾ എന്ത് കാര്യമുണ്ട്? മാപ്പിള പെണ്ണുങ്ങൾക്ക് എന്താണ് ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറാത്തതുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ ഇടപെടാനുള്ള അവകാശമുള്ളത്? ഈ രാജ്യത്തിൽ എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട്. അത് മറ്റുള്ള മതങ്ങൾ ചോദ്യം ചെയ്യേണ്ടതല്ല. അങ്ങനെ നിങ്ങൾ ചെയ്തു. ഞാൻ അതിന്റെ വിശദമായ വശങ്ങളിലേക്ക് കടക്കുകയല്ല. ഞാൻ പറഞ്ഞു വന്ന മാറ്റർ വേറെയാണ്. ആ വിഷയം രാജ്യത്ത് കത്തുമ്പോ നിങ്ങളുടെ അഡ്വക്കേറ്റ് ശ്രീധരപിള്ള ഒരു ഡയലോഗ് പറഞ്ഞു. കിട്ടിയ അവസരമാണ്. ഇപ്പൊ നമ്മൾ പിണറായി പറയുന്ന പോലെ മുതലാക്കി കളയാം, ഇല്ലേ? മുതലാക്കി കളയാം. ഞാൻ BJP കാരനോട് സംഘ് പരിവാരത്തോട് ചോദിക്കട്ടെ, നിങ്ങൾ കിട്ടിയ അവസരം മുതലാക്കാൻ വന്നല്ലോ. ശബരിമലയേക്കാൾ 4400 വർഷം പെണ്ണുങ്ങളുടെ പാദസ്പർശമേൽക്കാത്ത, സ്ത്രീകളുടെ പാദസ്പർശമേൽക്കാത്ത ശനി ഷിഗ്നാപൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് മഹാരാഷ്ട്രയില്. 400 വർഷം ആ ക്ഷേത്രത്തിൽ പെണ്ണുങ്ങൾ കയറിയിട്ടില്ല. അവിടെ ഒരു പൂജാതി കർമ്മം നടത്തി അന്ന് അവസാനിപ്പിച്ചതാണ് സ്ത്രീ സന്ദർശനം. എന്നാൽ ആ ശനി ഷിഗ്നാപൂരിലേക്ക് RSSന്റെ ഗുണ്ടകളെ വെച്ച്, സംഘപരിവാർ ഗുണ്ടകളെ വെച്ച് ശനി ഷിഗ്നാപൂരിലേക്ക് പെണ്ണുങ്ങളെ നിങ്ങൾ കയറ്റിയത് നിങ്ങൾ മഹാരാഷ്ട്ര ഭരിക്കുമ്പോഴാണ്. NCPയും കോൺഗ്രസും ഭരിക്കുമ്പോഴല്ല. നിങ്ങൾ ഭരിക്കുമ്പോ ആ നിങ്ങളാണ് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിനകത്തുള്ളത് അധികാരധുരയല്ലാതെ, അധികാരത്തിന്റെ താല്പര്യമല്ലാതെ മറ്റൊന്നുമല്ല. അല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഒരു കേന്ദ്രമന്ത്രിയുടെ ഡയലോഗ് നിങ്ങൾ കേട്ടതല്ലേ? എന്താ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങളുടെ മാതൃക ഇസ്രയേലാണ്. എന്റെ BJP കാരാ തന്റെ വീട്ടിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ആ ഭൂപടമുണ്ടെങ്കിൽ ഒന്ന് എടുത്തു നിവർത്തി നോക്ക്. രാത്രി പോയിട്ട് അത് നോക്കിയാൽ നിങ്ങൾ ഇസ്രയേൽ എവിടെയെന്ന് ഭൂതക്കണ്ണാടി വെച്ചൊന്ന് തിരഞ്ഞു നോക്ക്. ആ ഭൂപടത്തിൽ ഒരു പൊട്ടുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇസ്രായേൽ എന്ന രാജ്യത്തെ. എന്നിട്ട് നീ പാർക്കുന്ന ഇന്ത്യ ഒന്ന് നോക്ക്. ആ ഭൂപടത്തിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു വലിയ ഉപഭൂഖണ്ഡത്തിന്റെ പേരാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. ഇവിടെയാണ് കൃഷ്ണൻ ജനിച്ചത്, ഇവിടെയാണ് ഗാന്ധിജി ജനിച്ചത്, ഇവിടെയാണ് വിശ്വനാഥൻ ജനിച്ചത്, ഇവിടെയാണ് രാമൻ ജനിച്ചത്, ഇവിടെയാണ് വാൽമീകി ജനിച്ചത്, ഇവിടെയാണ് വ്യാസൻ ജനിച്ചത്, ഇവിടെയാണ് വിവേകാനന്ദൻ ജനിച്ചത്. തനിക്ക് ഈ രാജ്യത്തോട് വെറുപ്പാണ് അല്ലേ? നിന്റെ മാതൃക ഇസ്രായേലാണ്. മനുഷ്യന്റെ ചോര കൊണ്ട് കുടിക്കുന്ന ഇസ്രായേല്. മാനുഷാദ എന്ന് പാടിയ വാൽമീകിയുടെ ഇന്ത്യ നിനക്ക് വെറുപ്പാണ്. നിനക്കിഷ്ടം ഇസ്രായേലിനോടാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കാൻ അതിനെ കൂടുതൽ പോകേണ്ട കാര്യമല്ല. ആ ഇസ്രായേലിനെ മാതൃകയാക്കിക്കോ. നീ കുഴപ്പമില്ല. ഇസ്രായേൽ പറയുന്ന പോലെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിക്കോ. ആ ലിസ്റ്റൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കോ. പക്ഷെ ഇസ്രായേൽ വിചാരിച്ചാലൊന്നും ഒരു ജനതയെ നിഷ്കാസനം ചെയ്യാൻ കഴിയില്ല എന്ന് അവർ ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് മുമ്പിൽ തോറ്റു മുട്ടുമടക്കി നിൽക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിരല് കൊണ്ട് എണ്ണി തീർക്കാം ഫലസ്തീനിലെ മുസ്ലിങ്ങളെ, വിരല് കൊണ്ട് എണ്ണി തീർക്കാം. ലോകത്തെ കിടുകിട വിറപ്പിക്കുന്ന ബുദ്ധിരാക്ഷസന്മാർ ഈ ഇസ്രായേലികൾ, ജൂതന്മാർ, ഈ നെതന്യാഹു എത്ര വർഷമായിടോ ചെയ്യുന്നത്? എന്തെല്ലാം അക്രമങ്ങൾ നടത്തി. എന്നിട്ട് വിരല് കൊണ്ട് എണ്ണി തീർക്കാവുന്ന ആ ഫലസ്തീനിലെ അവിടുത്തെ ജനതയെ നിങ്ങൾക്ക് നിഷ്കാസനം ചെയ്യാൻ കഴിയാന്നിട്ടാണ് 25 കോടി ജനങ്ങളെ അങ്ങ് മൂക്കിൽ വലിച്ചു കളയാമെന്ന് കരുതി ഇസ്രായേലിന്റെ ലിസ്റ്റും വാങ്ങി നിങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അസംബന്ധമാണിത്, അസംബന്ധമാണ്. നിങ്ങൾ അവരെ കുറിച്ച് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. നിങ്ങൾ എന്താ കരുതിയത്? 2002 ഗുജറാത്താണ് ഇന്ത്യ എന്നാണോ?
2002 ഗുജറാത്താണ് ഇന്ത്യ എന്ന് വിചാരിച്ചു. 12,000 പേരെ ചുട്ടുകൊന്ന് മോദി എന്ന് പറയുന്ന രാക്ഷസനങ്ങ് ഭരിച്ചു തിമർത്തപ്പോ ഗുജറാത്തിൽ ആരും ശബ്ദിച്ചില്ല. ഭയപ്പെട്ടു പോയി ആ ജനത. ആരും ഒന്നും മിണ്ടിയില്ല. മിണ്ടാൻ വന്നവരെ നിങ്ങൾ അങ്ങ് തീർത്തു കളഞ്ഞു. നിങ്ങൾ വിചാരിച്ചു ഇന്ത്യ എന്ന് പറയുന്നത് ആ ഗുജറാത്ത് മാത്രമാണെന്ന്. അതല്ലെന്ന് തെളിയിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ നാട്ടിലെ എല്ലാവരും നോട്ട് നിരോധനം വന്നപ്പോൾ നമ്മളൊക്കെ ബുദ്ധിമുട്ടി. എത്ര പേരാണ് ക്യൂവിൽ നിന്ന് തല ചുറ്റി വീണു മരിച്ചു പോയത്? എത്ര പേരാണ് സങ്കടപ്പെട്ട് ആത്മഹത്യ ചെയ്തത്? ഈ രാജ്യത്തിലെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളെയല്ലേ അത് ഏറ്റവും ആദ്യം ബാധിച്ചത്. എന്നിട്ട് ഏതെങ്കിലും ഒരു തെരുവിൽ പ്രകടനം നടന്നോ? ആരെങ്കിലും രാജ്യത്തിറങ്ങി വന്നോ? ഇല്ല. എന്നാൽ CAA കൊണ്ടുവന്നപ്പോ ഈ രാജ്യത്തിന്റെ തെരുവിലേക്ക് ആദ്യം ചാടിയിറങ്ങിയത് ഇവിടുത്തെ ഹിന്ദുക്കളാണ്. അവരുടെ സഹോദരന്മാർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് വന്നപ്പോ തങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ച നോട്ട് നിരോധനത്തിൽ പോലും പുറത്തിറങ്ങി വരാത്ത ഹിന്ദുക്കൾ CAA കൊണ്ടുവന്ന മുസ്ലിങ്ങൾക്കെതിരെ ഒരു നിയമം ഉണ്ടാക്കാൻ അമിത്ഷാ ശ്രമിച്ചപ്പോ ഇന്ത്യയുടെ തെരുവുകൾ കീഴടക്കിയത് ഈ ഹിന്ദു സഹോദരന്മാരാണ്. അവരാണ് സമരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. എല്ലായിടത്തും കപിൽ സിബൽ ഹിന്ദുവാണ്, അതിന് വന്ന് ശശി തരൂർ ഹിന്ദുവാണ്, ജയറാം രമേശ് ഹിന്ദുവാണ്, രാഹുൽ ഗാന്ധി ഹിന്ദുവാണ്, പ്രിയങ്ക ഗാന്ധി ഹിന്ദുവാണ്, രാമചന്ദ്ര ഗുഹ ഹിന്ദുവാണ്, രമേശ് ചെന്നിത്തല ഹിന്ദുവാണ്, മമതാ ബാനർജി ഹിന്ദുവാണ്, കമൽഹാസൻ ഹിന്ദുവാണ്, സ്റ്റാലിൻ ഹിന്ദുവാണ്. എന്നാൽ മിസ്റ്റർ അമിത്ഷാ താനൊരു ഹിന്ദുവല്ല, താനൊരു ജൈനൻ മാത്രമാണ്. താനൊരു ജൈനനാണ്. ഇന്ത്യയിലെ മൈനോറിറ്റിയായ ജൈന സമുദായത്തിൽപ്പെട്ട ആളാണ് നീ. നിന്റെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല. കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ ഹൃദയത്തിലാണ് ഇവിടുത്തെ മുസൽമാൻ ജീവിക്കുന്നതെന്നും പരസ്പരം അങ്ങനെയാണ് അവർ ഇന്ത്യയെ കാണുന്നത് എന്നും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഈ വലിയ സമരങ്ങളുടെ മുമ്പിലാണ് എന്ന് മാത്രമല്ല അതിനു മുമ്പുമുണ്ട്. ആ സ്നേഹം മുസ്ലിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പരിശോധിക്കുക, ഇന്ത്യ മഹാരാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്നത് 2 ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പേരങ്ങനെയാണ്. മുസ്ലിങ്ങളുടെ രാജ്യമാണ്. അത് ഇസ്ലാം ഉണ്ടോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്. 2 രാജ്യങ്ങൾ. പക്ഷെ നിങ്ങൾക്കറിയുമോ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പാർക്കുന്ന 2ാമത്തെ രാജ്യം അപ്പോഴും നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ്. ഞങ്ങൾ ഈ രാജ്യത്താണ്. രാജ്യത്തെ അത്രമേൽ സ്നേഹിക്കുന്നവരാണ് ഇവിടെയുള്ളത്. എന്തൊക്കെ വിരോധം സംഗതി ഈ മോഡിയും അതുപോലെ തന്നെ അമിത്ഷയും ഒക്കെ പൊട്ടത്തരങ്ങൾ കാട്ടുമ്പോഴും വലിയ വിരോധവും വിദ്വേഷവും ഒക്കെ അവരോട് വെച്ച് പുലർത്തുമ്പോഴും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു ചെറിയ നന്ദി അവരോട് നമ്മൾ കാണിക്കണം. ഇന്ത്യ മരിച്ചിട്ടില്ല എന്ന് ഈ 2019 തെളിയിച്ചത് നിങ്ങളാണ്. നമ്മുടെ കുട്ടികളുണ്ടല്ലോ, നമ്മുടെ പെൺകുട്ടികൾ, അവരാണ് ഈ സമരത്തെ അതിജയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഷഹീൻബാഗ് അമ്മമാരുടെ സമരമാണ്. ക്യാമ്പസുകളിൽ പെൺകുട്ടികളാണ് പൊട്ടിത്തെറിച്ച് അവരൊരു മതത്തെക്കുറിച്ചുമല്ല, അവർ ഇന്ത്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് തെരുവുകളിലേക്ക് ഇറങ്ങുന്നത്. ഈ രാജ്യത്തിന് രാഷ്ട്രീയ ബോധം ഉണ്ടാക്കി കൊടുത്തു മോഡി. നിങ്ങൾ രാഷ്ട്രീയ ബോധം ഉണ്ടാക്കി കൊടുത്തു. എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഉമ്മ CH റഷീദിനും അതുപോലെ സാദിഖ് അലിക്കൊക്കെ അറിയാം. എൻ്റെ ഉമ്മ MSF മുതൽ ചെറുപ്പത്തിലെ പ്രസംഗിക്കാനൊക്കെ പോകും. അതും കണ്ണൂർ ഭാഗത്താണ്, വയനാട്ടിൽ നിന്ന് ഇറങ്ങാൻ സുഖം. കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ പേടിയാണ്. ഞാൻ പോകുമ്പോൾ ഉമ്മ പറയൂ, നിനക്ക് എന്തിൻ്റെ പണിയാണ്? ഏട്ടനെ കണ്ടു പഠിച്ചൂടെ, അനുജനെ കണ്ടു പഠിച്ചൂടെ, വെറുതെ പ്രസംഗിച്ചടക്കുക. ഒരു പുച്ഛായിരുന്നു. ഇപ്പം ഉമ്മ എന്താ വൈകുന്നേരം ചോദിക്കല്ലെന്ന് പരിപാടിയൊന്നുമില്ല, റാലിയൊന്നുമില്ല. ഇപ്പം രാഷ്ട്രീയ ബോധമാണ്. ഉമ്മാർക്കൊക്കെ എന്തൊരു രാഷ്ട്രീയ ബോധമാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ തിരിച്ചു തന്നിരിക്കുന്നു. നരേന്ദ്രമോദി, അമിത്ഷാ ഈ രാജ്യത്തെ തിരിച്ചു തന്നിരിക്കുന്നു. ഇന്ന് ദേശീയ ഗാനം ചൊല്ലുമ്പോൾ രോമം എഴുന്നു നിൽക്കുകയാണ്. പണ്ട് സ്കൂളിലെ കുട്ടികൾ അസംബ്ലിയിൽ സ്കൂൾ വിടുമ്പോൾ ചൊല്ലുന്ന ഒരു സംഗീതമായി ആസ്വദിച്ചിരുന്ന ജനഗണമന, അത് കേൾക്കുമ്പോൾ നമ്മളുടെ നരമ്പുകൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, രോമം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാര് മൊബൈലിലെ ഒരു ട്യൂണാണ്. കാണുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും കേൾക്കുമ്പോൾ. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, എന്താണ് സാരേ ജഹാം സെ അച്ഛ, അവൻ്റെ രാഷ്ട്രബോധം അവരോട് തീർന്നു മൊബൈലിൽ ട്യൂണാക്കിയാൽ. അങ്ങനെ ഒരു ട്യൂണാക്കി വെക്കാവുന്നതാണോ? അത് ആയിരുന്നില്ല. ആ ബോധം നമുക്ക് വന്നു. സമരങ്ങളിൽ വിളിക്കുന്ന മുദ്രാവാക്യം ഈ രാജ്യത്തെക്കുറിച്ചാണ്. സമരങ്ങളിൽ ഉയർത്തിപ്പിടിക്കുന്ന കൊടി ദേശീയ പതാകയാണ്. ഈ ഇന്ത്യക്കാരനെ പിന്നെയും പിന്നെയും ദേശീയ ഗാനം ചൊല്ലിക്കാൻ, പിന്നെയും പിന്നെയും രാഷ്ട്രപതാക പിടിപ്പിക്കുവാൻ ഈ 2 ചെകുത്താന്മാർ ഒരു കാരണമായി എന്നതിൽ നന്ദിയുണ്ട് ഈ BJPയുടെ ഭരണകൂടത്തോട്.
ഈ രാജ്യത്തെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കി നിങ്ങൾ തിരിച്ചു തന്നിരിക്കുന്നു. ജനങ്ങൾ തെരുവിലാണ്. ചെറുപ്പക്കാരെ കുറിച്ച് നമ്മൾ എന്താ വിചാരിച്ചത്? അവരിങ്ങനെ 24 മണിക്കൂറും താഴോട്ട് നോക്കി നിൽക്കുന്നവരാണ്. മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കണ, ബസ് കയറിയാൽ, ട്രെയിനിൽ കയറിയാൽ ഫേസ്ബുക്ക്, വാട്സാപ്പ്, വലിയ കാരണന്മാരൊക്കെ ഇങ്ങനെ പറയും. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം എന്താണ്? ഇവർക്ക് യാതൊരു ചിന്തയില്ല. അവർ നിസ്സാരന്മാരല്ലാന്ന് മനസ്സിലായില്ലേ കാരണവന്മാരെ? അവരാ ഫേസ്ബുക്കിൽ നിന്ന് തല ഉയർത്തിയാൽ തകർന്നു വീഴുന്നത് ആകാശം മുട്ട കെട്ടിപ്പടുത്ത ഫാഷിസമാണ് എന്ന ചെറുപ്പക്കാർ തെളിയിക്കുകയാണ്. ഡൽഹിയിലും ഇന്ത്യയുടെ തെരുവുകളിലും അവരാണ് ഈ സമരത്തെ നയിക്കുന്നത്. അവരാണ്. നിങ്ങള് ഗാന്ധിജിയെ ഞങ്ങൾക്ക് പിന്നെയും ഓർമ്മിക്കാൻ അവസരം തന്നു. ഈ BJP-കാരൻ ഗാന്ധിജിയെ എത്രയാണ് ഇന്ന് ഇന്ത്യയുടെ തെരുവുകളിൽ ദിവസവും. ഞാൻ ഇന്നലെ വൈകുന്നേരം, ഞാൻ സാദിഖിനോട് പറയായിരുന്നു നേരത്തെ, ഇന്നലെ വൈകുന്നേരം ഒരു ചെറുപ്പക്കാരൻ 2 ദിവസമായി MLA ഹോസ്റ്റലിന് മുമ്പിൽ വന്നു നിൽക്കും. എന്നോട് പറയും, സാറേ ഒരു സമരം നടക്കുന്നുണ്ട് ഷഹീൻ ബാഗിന്റെ മോഡലിൽ, അമ്മമാരും കുട്ടികളും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ, നിങ്ങൾ വരണം. ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ മട്ടും ഭാവവും ഒക്കെ കണ്ട് പരിപാടി ഉള്ളതാണോ എന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ കബീർ സാഹിബിനെയും കൂട്ടി ഞങ്ങൾ പോകുമ്പോൾ ഞാൻ കബീർ സാഹിബിനോട് പറഞ്ഞു, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളതാണ്, നിങ്ങൾ വണ്ടി നിറങ്ങണ്ട, പരിപാടി ഉണ്ടോ നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി. അവിടെ ഞാൻ എത്തി നോക്കുമ്പോൾ ഞാൻ സാദിഖിനോട് പറഞ്ഞു, ഈ സമരത്തിൽ എൻ്റെ കണ്ണ് കുതിർന്നുപോയ, ഹൃദയം നിറഞ്ഞുപോയ അനുഭവം എനിക്ക് ഇന്നലെ വൈകുന്നേരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലുണ്ടായി. ഒരു പറ്റം ചെറുപ്പക്കാരായ കുട്ടികൾ, MBBS-ന് പഠിക്കുന്നവർ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവർ, അവർ മാത്രം. മേധ എന്ന് പറയുന്ന എൻ്റെ മണ്ഡലത്തിലെ ഒരു കുട്ടിയാണ് ആ സമരം നയിക്കുന്നത് എന്നറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഒരു MLA ആയതിൽ, അതും മേധയെപ്പോലെ ഒരു പെൺകുട്ടി അവളുടെ മണ്ഡലത്തിലെ MLA ആയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു എന്ന് എനിക്ക് ഇന്നലെ പറയേണ്ടി വന്നു. അവിടെ നിന്ന് ആ പെൺകുട്ടികൾ നയിക്കുന്ന സമരമുണ്ട് അവിടെ. ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ 24 മണിക്കൂർ സമരം. പഠിക്കുന്ന കുട്ടികൾ പുസ്തകം കൊണ്ടുവന്ന് നാളെ കോളേജിൽ പഠിക്കാനുള്ളത് രാത്രിയിൽ സമരപ്പന്തലിൽ ഇരുന്ന് തയ്യാറാക്കുകയാണ്. ഈ രാജ്യത്തിന്റെ തെരുവുകൾ മുഴുവൻ സമരത്തിലാണ്. എല്ലാവരും നന്ദിയുണ്ട് ഈ രാജ്യത്തെ തിരിച്ചു കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞതില്. ഒബാമയുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ഒബാമ പറഞ്ഞത്, ഞാൻ നരേന്ദ്രമോദിയോട് പറഞ്ഞു, ഇന്ത്യ മഹാരാജ്യമുണ്ടല്ലോ, അതൊരു അത്ഭുതമാണ് മോദി, അതൊരു അത്ഭുതമാണ്. നിങ്ങൾ ഇന്ത്യയില് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ നിങ്ങൾ പരിശോധിക്കുക, അവർ രാജ്യത്തിന്റെ കൂടെയാണ്. ലോകത്തിലെ ഒരു രാഷ്ട്രത്തിലും അങ്ങനെ ഇല്ല. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ രാജ്യവിരുദ്ധമായ സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായി സ്പെയിനിലെ കൊറ്റാലൻസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അവര് കൊറ്റാലൻസിനെ കുറിച്ച് പറഞ്ഞു, കാറ്റലോണിയ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് സ്പെയിനിൽ നിരന്തരമായ സമരങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ മൈനോറിറ്റിയെ നിങ്ങളൊന്ന് നോക്ക്. അവർ രാജ്യത്തിനു വേണ്ടിയല്ലേ നിൽക്കുന്നത്? അവരുടെ സമരങ്ങളിൽ വിളിക്കുന്ന മുദ്രാവാക്യം ജനഗണമനയല്ലേ, ദേശീയ ഗാനമല്ലേ? അവർ സമരങ്ങളിൽ പിടിക്കുന്ന കൊടി ഇന്ത്യയുടെ പതാകയല്ലേ? അതുകൊണ്ട് നരേന്ദ്രമോദി അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തു പോവുക, അതാണ് ആ രാജ്യത്തിന് നല്ലത് എന്ന് പത്രക്കാർ ചോദിച്ചു. എന്തായിരുന്നു മോഡിയുടെ മറുപടി? ഒബാമ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അജണ്ട നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണമെന്നാണ്. അയാളൊരു മാന്യനാണ്, അതുകൊണ്ട് പറഞ്ഞില്ല. ആ മൈനോറിറ്റിയെ നിങ്ങൾ ഈ രാജ്യത്തിന്റെ അപകടകരമായ അവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, ചേതൻ ഭഗത് ആരാണ്? RSS-കാരനല്ലേ? ചേതൻ ഭഗത് കഴിഞ്ഞ മാസത്തില് ജനുവരിയിലെ എന്താണ് ഈ 15-നോ 16-നോ അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയ ഒരു ലേഖനമുണ്ട്. അതിനകത്ത് കൃത്യമായി അദ്ദേഹം പറയുന്നു, ഈ NRC പിൻവലിക്കണം, CAA പിൻവലിക്കണം. അദ്ദേഹം പറയുന്നത്, ഒരുപക്ഷെ നിങ്ങൾ NRC കൊണ്ടുവന്നാൽ, അതല്ലെങ്കിൽ നിങ്ങൾ NPR കൊണ്ടുവന്നാൽ അതൊരു കുഴപ്പമാകുമായിരുന്നില്ല രാജ്യം ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണെങ്കിൽ. എന്നാൽ അമിത്ഷാ, നിങ്ങൾ ഈ രാജ്യത്തിൽ ഒരാൾക്കും നിങ്ങളെ വിശ്വാസമില്ല. നിങ്ങൾ കൊണ്ടുവന്ന നിയമം ഈ രാജ്യം വിശ്വാസത്തിലെടുക്കില്ല. ആദ്യം മാറേണ്ടത് നിയമമല്ല, നിങ്ങളാണ്. ആരാ പറയണത്? RSS-ന്റെ ചേതൻ ഭഗത്. എന്നിട്ട് അയാൾ പറയുന്ന ചില കണക്കുകളുണ്ട്. എന്താ കണക്കെന്നറിയുമോ? നിങ്ങൾ ഈ രാജ്യത്തിലെ മൈനോറിറ്റിയെ ഇന്ത്യയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. ശരി, അങ്ങനെ മാറ്റുമ്പോൾ നിങ്ങൾ പറയുന്ന ന്യായം എന്താണ്? അവർ ഈ രാജ്യത്തിന്റെ GDP-യെ തകർക്കുന്നു എന്നാണ്. അവർ ഈ രാജ്യത്തിന്റെ GDP-യെ തകർക്കുന്നതിന്റെ എന്തെങ്കിലും ഒരു ഉദാഹരണം നിങ്ങൾ കാണിക്കാനാവില്ല അദ്ദേഹം പറയുന്നു. എന്നിട്ട് പറയുന്നു, എന്നാൽ
രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയവരാണ് GDP തകർക്കുന്നതെന്ന് വെക്കുക എങ്കിൽ അതൊരു പരമാവധി 5% വരെയാണ്. എന്നാൽ അവരെ മാറ്റാൻ നിങ്ങൾ ഈ 150 കോടിയെ വെച്ച് നടത്തുന്ന എഫേർട്ട് ഈ രാജ്യത്തിന്റെ GDP 100% തകർക്കും. ഇത് അസംബന്ധമാണ്. നിങ്ങൾ NRC കൊണ്ടുവരുമ്പോ അത് നിയമങ്ങൾ കടുത്തതാക്കിയാൽ ഫേക്ക് ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി രാജ്യത്തെ അന്യരാജ്യത്ത് നിന്ന് തുഴഞ്ഞു കയറിയവൻ പൗരത്വം ഉണ്ടാക്കും. നിങ്ങൾ ഡോക്യുമെന്റുകൾ ലളിതമാക്കിയാലോ അവൻ ഈസി ആയിട്ട് പൗരത്വം വാങ്ങും. എന്നാൽ ഇതിന്റെ മിഡിൽ നിങ്ങൾ ഡോക്യുമെന്റുകൾ കൊണ്ടുവന്നാലോ സംഭവിക്കുന്നത് എന്താണെന്ന് അദ്ദേഹം പറയുന്നത്, അങ്ങനെ ചെയ്താൽ ഉദ്യോഗസ്ഥന്മാർക്ക് പണം കൊടുത്ത് ആളുകൾ ഡോക്യുമെന്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് അസംബന്ധമാണ്, അത് ചെയ്യരുത് എന്ന് അമിത്ഷയോട് പറയുന്നത് ചേതൻ ഭഗത് എന്ന് പറയുന്ന RSSന്റെ തലമുതിർന്ന ബുദ്ധിജീവി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ അമിത്ഷാ, അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ലേഖനം. മിസ്റ്റർ അമിത്ഷാ, കോർ ഇഷ്യൂ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ എക്കണോമിയാണ്, അത് തകരുകയാണ്. നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് തിരിച്ചു പിടിക്കാനുള്ള പ്രയത്നമാണ്. എന്ത് അസംബന്ധമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഇവിടെ കുറ്റ്യാടിയില് ഒക്കെ ചില കടകൾ അടച്ചുകൊണ്ട് ഒരു സമര രീതി ആരംഭിച്ചു കേരളത്തിൽ. BJP-കാരൻ പ്രസംഗിക്കാൻ വരുമ്പോ കടകൾ അടക്കുക. കടകൾ അടക്കുന്നു എന്നത് കട അടക്കുന്നവന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ കട അടപ്പിക്കുന്നത് മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടി അതിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ബലമായി അങ്ങനെ ഒരു ബലാത്കാരം BJP-കാരനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവന് പറയാൻ അവകാശമുണ്ട്, പറയട്ടെ. അവൻ എത്ര കാലമായി കേരളത്തിന് തെരുവിൽ നിന്ന് പറയാൻ തുടങ്ങിയിട്ട് എന്താ സംഭവിച്ചത് പറയട്ടെ. കടകൾ ബലമായി അടക്കരുത്, ഇത് ഗാന്ധിയൻ സമരമാണ്. ആ സമരത്തിന്റെ ടോണിനെ തിരിച്ചുവിടരുത്. പക്ഷേ ആ കടകൾ അടച്ചു പോയല്ലോ ഒരുപാട് സ്ഥലത്ത്, വളഞ്ഞ വഴിയിലടക്കം. അതിനെ നിങ്ങൾ വലിയ ഇന്റർനാഷണൽ ഇഷ്യൂ ആക്കിയല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അങ്ങനെ ബഹിഷ്കരിക്കുന്നതിനെ ഒരു ഇന്റർനാഷണൽ ഇഷ്യൂ ആക്കാൻ, ഒരു വിഷയമാക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾ ദീപിക പട്കോൺ JNU-ൽ പോയി അവരുടെ ചപ്പക്ക് എന്ന് പറയുന്ന സിനിമ വന്നപ്പോ ഈ സംഘ് പരിവാര ഭ്രാന്തന്മാർ ഇറങ്ങിയിട്ട് പറഞ്ഞത് അത് ബഹിഷ്കരിക്കണമെന്നാണ് അല്ലേ? അതിന് ന്യായം എന്താണ്? നിങ്ങൾ കുട്ടികളോട് ചോദിക്കുക, ആരാണ് ക്യാപ്റ്റൻ കൂൾ? അവര് പറയും ധോണിയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇതിഹാസമായ ധോണി, സൗമ്യനായ ധോണി. ആ ധോണിയുടെ BCCയുടെ എഗ്രിമെന്റ് നിങ്ങൾ എന്താ പുതുക്കി കൊടുക്കാത്തത്? എന്താ കൊടുക്കാത്തത്? ഛത്തീസ്ഗഡിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാൻ പറഞ്ഞപ്പോ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മൈക്രോസോഫ്റ്റിന്റെ സത്യ നടേല ഇന്ത്യയിലേക്ക് വന്നപ്പോ ആ സത്യ നടേലയെ നിങ്ങൾ ബഹിഷ്കരിച്ചില്ലേ? എന്നാ പിന്നെ കുറച്ച് ഉളുപ്പുമാനം ഉണ്ടെങ്കിൽ ആ ട്വിറ്ററും ഫേസ്ബുക്കും കൂടി ഒന്ന് ബഹിഷ്കരിക്കുക. എന്നാൽ ഈ രാജ്യം രക്ഷപ്പെടും. RSSകാരെ അതോട് ബഹിഷ്കരിക്കും, അത് ബഹിഷ്കരിക്കും. അതില്ല. നിങ്ങൾ ആമസോണിന്റെ നേതാവ്, അതിന്റെ ക്യാപ്റ്റൻ, അതിന്റെ ഉടമ ഇന്ത്യയിലേക്ക് വന്നപ്പോ അദ്ദേഹത്തെയും ബഹിഷ്കരിക്കാൻ നിങ്ങൾ പോയി. ജോഷോഗി വന്നപ്പോ 1 മില്യൺ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ ആമസോണിനെ നിങ്ങൾ ബഹിഷ്കരിച്ചു. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ബഹിഷ്കരണത്തെ കുറിച്ച് പറയാ? എങ്ങനെയാ പറയാ? നിങ്ങൾക്കൊരു സംവാദത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള കഴിവില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗുകാരോട്, ജനാധിപത്യ വിശ്വാസികളോട് പറയട്ടെ, ഈ സമരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഒന്ന് നിങ്ങൾ ആദ്യം ഉറപ്പിക്കണം, അത് ഭയപ്പെടരുത് എന്നാണ്. ഭയപ്പെടരുത്. നിങ്ങളെ ഭയപ്പെടുത്താനാണ് ഫാഷിസം ശ്രമിക്കുന്നത്. നിങ്ങൾ ഭയപ്പെടാതിരുന്നാൽ ഫാഷിസം തോൽക്കുകയും നമ്മൾ ഭയപ്പെട്ടാൽ ഫാഷിസം ജയിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നത്? എല്ലാവരിലും ഭയമുണ്ടാക്കുന്നു. ഇത് അപകടമാണ്, ഇത് അപകടമാണ്. വീട്ടമ്മമാരിൽ ഭയമുണ്ടാക്കുന്നു. അതിന്റെ ഒരു അപകടം നിങ്ങൾക്കറിയുമോ? മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ പടുത്തുയർത്തിയ ഒരു ജനാധിപത്യ ബോധത്തിന്റെ സയൻസ് ഉണ്ട്. അതെന്താണെന്നറിയുമോ? ഭയപ്പെട്ട് നിൽക്കുന്ന ഈ തെരുവുകളിലെ, ഗ്രാമങ്ങളിലെ മുസ്ലിങ്ങൾക്കരികിലേക്ക് ലീഗ് വന്നു. CH മുഹമ്മദ് കോയ സാഹിബ് അവരോട് സംസാരിച്ചു മനോഹരമായ വാഗ്ദോരണിയിൽ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പേടിക്കരുത്, നിങ്ങളുടെ മണ്ണാണിത്. എന്തിനാ അന്നങ്ങനെ പറഞ്ഞത് എന്ന് കുട്ടികൾക്ക് സംശയം ഉണ്ടായിരുന്നോ? ഇപ്പൊ ഉണ്ടാവില്ല. ഇടക്കാലത്ത് അന്ന് ഈ രാജ്യത്ത് നിന്ന് നമ്മെ കയറ്റി അയക്കാൻ പാകിസ്ഥാന്റെ വണ്ടി ഏതു നട്ടപ്പാതരയാണ് വീട്ടിന്റെ മുമ്പിൽ വന്ന് നിർത്തുകയെന്ന് വേപ്പതുപോട് കരുതിയിരുന്ന ഒരു ജനതയുടെ മുമ്പിലാണ് ലീഗ് അവതരിച്ചത്. അവിടെ ലീഗ് പറഞ്ഞത് ആരും എവിടേക്കും പോവില്ല,
ഇത് നമ്മുടെ മണ്ണാണ്, നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണിത്. സംശയമുള്ളവർ ഈ മണ്ണെടുത്തൊന്ന് മണത്ത് നോക്ക്. നിന്റെ പിതാമഹന്റെ ചോരയുടെ മണം അതിനകത്തുണ്ട്. അതുകൊണ്ട് ഇവിടെ ജീവിക്കുമെങ്കിൽ അതിജീവിക്കും. അങ്ങനെ ഒരു അതിജീവനത്തിന്റെ ചരിത്രമാണ് കേരളത്തിലെ, ഇന്ത്യയിലെ മുസ്ലിം ചരിത്രം എന്ന് പറയുന്നത്. ഭയപ്പെട്ടിരുന്നെങ്കിൽ അന്ന് അവസാനിക്കുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ശക്തമായ ഒരു ഹദീസ് ഉണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോൾ നാളെ മരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നാളെ മരിക്കുമെന്ന് വിചാരിക്കണം. അതെന്തിനാ അറിയോ? നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരല്ലേ. നിസ്കരിക്കാൻ കൈ കെട്ടിയാലാണ് ഓർമ്മ പോയി എല്ലാ കണക്കും നമുക്ക് ഓർമ്മ വരിക. കിട്ടാനുള്ള പൈസയും കൊടുക്കാനുള്ള പൈസ ഒക്കെ അപ്പോഴാണ് ഓർമ്മ വരിക. അതിന് മനഃശാസ്ത്രപരമായി പ്രവാചകന്റെ ഒരു അപ്രോച്ചാണ്. എന്തെന്നറിയോ? നിങ്ങൾക്ക് എഴുത്തിതാളിൽ നിന്ന് സുജൂദിലേക്ക് പോകാൻ കഴിയണമെന്നില്ല. അള്ളാഹു തീരുമാനിച്ചാൽ നാളെ മരിക്കും ഞാൻ എന്ന് നിങ്ങൾ വിചാരിക്കുക, ഒരു ഇത്തിരി കോൺസെൻട്രേഷൻ കിട്ടും. അതേ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ, ഒരു മരം നടുമ്പോൾ നിങ്ങൾ ഒരുപാട് കാലം ജീവിച്ചിരിക്കുമെന്ന് വിചാരിക്കണം. എന്തിനാണെന്നറിയോ? നിങ്ങൾ നാളെ മരിക്കുമെന്ന് തോന്നിയാൽ നിങ്ങളൊരു തൈ നടാൻ പോവോ? പോയി പണിയൊക്കാൻ പറയും, ആ നാളെ മരിക്കാൻ കാലത്ത് തൈ കെട്ടിട്ട് ആര് നിന്നാനാണ് എന്ന് വിചാരിക്കുന്നതാണ്. നിങ്ങളുടെ സക്രിയത്വം പോകും, നിങ്ങളുടെ നിർമ്മാണാത്മകത പോകും. അതുകൊണ്ട് ഭയപ്പെടരുത്. ഭയപ്പെട്ടാൽ തകരും. മുഅ്മിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നിർഭയൻ എന്നാണ്. എനിക്ക് അതിശയം തോന്നാറുണ്ട്. നിർഭയം എന്നാണ്. നിർഭയൻ, ഭയമില്ലാത്തവൻ. അതല്ലാതെ പേടിച്ചിട്ട് കാണുന്ന മതിലിലും ചങ്ങലയിലൊക്കെ കയറി നിന്നാലേ പിന്നെ ഗതിക്കേണ്ടി വരും. അതാണ്. കാണുമ്പോൾ തന്നെ അങ്ങ് ബേജാറായി ഉടനല്ല. അത് മുഅ്മിനിന്റെ ലക്ഷണമല്ല. അങ്ങനെ പേടിപ്പിക്കാൻ ആളുകളുണ്ട്, ഭയപ്പെടുത്താൻ ആളുകളുണ്ട്. അത് ശരിയല്ല. ഞാൻ മിനിഞ്ഞാന്ന് നിയമസഭയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയോട്, നിങ്ങൾ എന്തിനാണ് ഒരു വിഭാഗത്തെ, ഒരു ജനതയുടെ പ്രശ്നമാക്കി ഇതിനെ മാറ്റുന്നത്? ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമാണോ? അല്ലല്ലോ. ഭരണഘടനയുടെ പ്രശ്നമല്ലേ? മുസ്ലിങ്ങളുടെ പ്രശ്നമാണോ? രാജ്യത്തിന്റെ പ്രശ്നമല്ലേ? എന്തിനാണ് ഒരു ഭാഗത്തേക്ക് മാത്രം നിങ്ങൾ നോക്കുന്നത്? വോട്ട് രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ല ഇത്. നിങ്ങളുടെ ചങ്ങലയില് നിങ്ങൾ എഴുതി വെച്ച വാചകമുണ്ട്, ഭയപ്പെടേണ്ട, കൂടെയുണ്ട്. അത് തന്നെ പോരെ? ഭയപ്പെടേണ്ട, അത് നിങ്ങൾ കൂടെ ഉണ്ട്. ആര്? ഞാൻ. എനിക്ക് ഭയങ്കര ധൈര്യമുള്ളവരാണ്, ഞങ്ങളെ കൂടെ ഉണ്ട്. നമ്മൾ കുറച്ചാൾ പേടിച്ചിട്ട് ഇങ്ങനെ ബേജാറായി നിൽക്കുകയാണ്. അതാണോ ഈ സമരത്തിൽ വിളിക്കേണ്ട മുദ്രാവാക്യം? കപിൽ സിബൽ പറഞ്ഞത് കേൾക്ക്, അമിത്ഷയോട്, മിസ്റ്റർ അമിത്ഷാ, ഈ മുസ്ലിങ്ങൾക്ക് നിങ്ങളെ പുല്ലിന്റെ വിലയാണ്, അവർക്ക് നിങ്ങളെ ഭയമില്ല, അവർക്ക് നിങ്ങളെ ഭയമില്ല. അതാണ് വർത്തമാനം. അല്ലാണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. ഞങ്ങൾക്കല്ലെങ്കിൽ എന്ത് പേടിയാണ്? ഇതെല്ലാവരുടെയും രാജ്യമല്ലേ, എല്ലാവരുടെ രാജ്യമല്ലേ. ഞങ്ങളൊന്ന് പേടിച്ചു എന്ന് കരുതിയിട്ട് ആവശ്യമില്ലാതെ വന്നിട്ട് മുതലാളിയൊന്നും ചമയരുതാരും. മനസ്സിലായില്ലേ? ഞങ്ങള് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, അതിനെ ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒരുമിച്ചാണ് നേരിടുന്നത്. ഇവിടുത്തെ ഹിന്ദു, ഇവിടുത്തെ മുസ്ലിം, ഇവിടുത്തെ ക്രിസ്ത്യാനി, ഇന്ത്യ ഒറ്റക്കെട്ടായി അവര് തുരത്തും ഈ രാജ്യത്തിലെ ശത്രുക്കളെ, അവര് തുരത്തും. അതിനിടയിൽ അങ്ങനെ വന്ന് മുതലാളിയായിട്ട് തോള് കൈയിട്ടിട്ട് മുതലാളി ചമയരുത്. ഞാൻ പറയാണ്, എല്ലാവർക്കും വേണ്ട മണ്ണാണ്. അങ്ങനെ ആരുടെയെങ്കിലും ഔദാര്യത്വത്തിൽ കിട്ടേണ്ടതല്ല ഇന്ത്യയുടെ പൗരത്വം എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ ജന്മാവകാശമാണ്, ഞങ്ങളുടെ ജന്മാവകാശമാണ്. ഞങ്ങൾ പൊരുതി വാങ്ങിയതാണ്. പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കാണ്, ഇന്ന് മാതൃഭൂമി മീഡിയ വൺ അതിന്റെ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണ്. മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞില്ല. അരി എത്ര? ചോദ്യം അതാണ്. ഉത്തരം പറഞ്ഞത് സെൻസസിൽ NPR ഇല്ല എന്നാണ്. എന്താ ചോദിച്ചത്? എന്താ പറഞ്ഞത്? ഞാൻ ചോദിച്ചത് ഡിറ്റൻഷൻ സെന്ററിനെ കുറിച്ചാണ്, ഉത്തരം പറഞ്ഞത് സെൻസസിനെ കുറിച്ചാണ്. എങ്കിൽ സെൻസസിനെ കുറിച്ച് ഞാൻ ചോദിക്കാം. ഞാൻ അടിയന്തര പ്രമേയം കൊണ്ടുവന്നല്ലോ നിയമസഭയിൽ. ഞാൻ പറയുന്നത് നിങ്ങൾ ശുദ്ധമായ കള്ളത്തരം കളിക്കുകയാണ്. എന്താ കാര്യം എന്ന് കൂടെ ആദ്യം പറയാം. പിണറായി വിജയൻ സഖാവിന്റെ വാല് BJP ഗവൺമെന്റിന്റെ അമ്മിക്കടിയിലാണ്, ഒരു സംശയമില്ല. കാരണം എന്താ അറിയോ? നിങ്ങള് DKയെ അറസ്റ്റ് ചെയ്തു. ഇവർക്ക് കണ്ണും ചെവിയില്ലാത്തവരാണ്, കേന്ദ്രം ഭരിക്കണം, എല്ലാവർക്കും അറിയാം. DKനെ അറസ്റ്റ് ചെയ്തു. ചിദംബരത്തെ അറസ്റ്റ് ചെയ്തു. ഇവരെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു മടി ഉണ്ടാവില്ല. പിണറായിനെ അറസ്റ്റ് ചെയ്തു. ആ ഒറ്റ ലാവലിംഗ് കേസ് മതി, പൂട്ടേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ അയാളെ മുമ്പിൽ നിർത്തിയിട്ട് നിങ്ങൾ ഗിമ്മിക്ക് കളിപ്പിക്കുന്നു അദ്ദേഹത്തെ കൊണ്ട്. ഈ കേസിന്റെ പേരിൽ നിങ്ങൾ ഗവർണറുമായി കോംപ്രമൈസ് ചെയ്യിപ്പിച്ചു. നിങ്ങൾ അതിന്റെ മറവിൽ നിങ്ങൾ ഡിറ്റൻഷൻ സെന്റർ തുടങ്ങുകയാണ്, അതിന്റെ മറവിൽ നിങ്ങൾ NPR തുടങ്ങുകയാണ്.
എന്റെ ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ. ഇതാണ് സെൻസസും NPR-ഉം തമ്മിൽ എന്താ വ്യത്യാസം എന്ന് മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞു തന്നെ. നിങ്ങൾ പഠിക്കു കുട്ടികളെ, പണ്ടത്തെ പോലത്തെ കാലമല്ലോ. പണ്ട് ചൈനയിലേക്ക് നോക്കുന്ന മേപ്പെട്ട് ഇങ്ങനെ നോക്കണം. ഇപ്പൊ അതൊന്നല്ല. നിങ്ങൾ അപ്പൊ തന്നെ ചൈന അടിച്ചു നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും. കാലം മാറിയിട്ട് നിങ്ങൾ പഠിക്ക്. ഞാൻ ചോദിക്കുന്നത് എന്താ NPR, എന്താ സെൻസസ്? NPR എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന ഒരു സാധനമല്ല. കണക്കെടുക്കാൻ വന്നാന്ന് പറഞ്ഞു ഒരുത്തനും വരില്ല. എങ്ങനെ വരികയെന്നറിയോ നിങ്ങള്? സെൻസസ് എടുക്കാൻ എന്ന് പറഞ്ഞാണ്. NPR ഒരു സ്ഥലത്ത് നിൽക്കും, അത് എല്ലാ വിവരങ്ങളും അബ്സോർബ് ചെയ്യും, അതിങ്ങനെ ശേഖരിക്കും. അത് മൂവ് ചെയ്യില്ല. മുഖ്യമന്ത്രി പറയുന്നത് NPR നടക്കില്ല, സെൻസസ് നടക്കുമെന്നാണ്. ഇതെന്തൊരു തോന്നിയാതാണ്? NPR നടക്കൂല, അങ്ങക്കറിയാം നടക്കൂല, ഇരിക്കുള്ളൂ. സെൻസസ് നടക്കും, അതന്നെയാണ് കറക്റ്റ് വേർഡ്. NPR നടക്കൂല, കാരണം NPR അവിടെ നിൽക്കും. സെൻസസ് നടക്കും, എന്നിട്ടോ നടന്നു വന്നിട്ട് സാധനം വിവരം NPR-ന് കൊടുക്കും. അതാണ് പ്രശ്നം. നിങ്ങൾ ഈ സെൻസസിൽ നിന്ന് ചോദ്യം മാറ്റി എന്ന് പറഞ്ഞു. ഇനി മറ്റൊന്ന് കൂടി ചോദിക്കട്ടെ. NPR-ന്റെയും സെൻസസിന്റെയും അതിന്റെ ഓർഡർ വന്നത് വേറെ വേറെ നമ്പറിലാണോ മുഖ്യമന്ത്രി? അല്ല, ഒറ്റ റിപ്പോർട്ടിൽ, ഒറ്റ ഓർഡറിൽ. അറിയോ നിങ്ങള്? ഒരൊറ്റ ഓർഡറിലാണ് സെൻസസിന്റെയും NPR-ന്റെയും ഓർഡർ കേരളത്തിന് കൈപ്പറ്റിയത്. അതെന്ന് മുഖ്യമന്ത്രി പറയാണ് ആ സാധനം എടുക്കൂല. ഞാൻ നിയമസഭയിൽ ചോദിച്ചത് ഇതിന് കേന്ദ്രത്തിന്റെ മറുപടി എന്താണ്? അതാ ചോദ്യം. അതിന് ഉത്തരമില്ല. അതിനെന്താ കേന്ദ്രത്തിന്റെ മറുപടി എന്താണ്? മറുപടി ഇല്ല. ഞങ്ങൾ കത്തയച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പ്രേമ കത്തയച്ച് കളിച്ചാൽ മതി. ഇത് രാജ്യം കൂട്ടിച്ചോറാണ്, കേസാണ്. നിങ്ങൾ കത്തയച്ചു, മറുപടി പറയും. എന്താ പ്രധാനമന്ത്രി തന്ന മറുപടി? എന്താ ആഭ്യന്തര വകുപ്പ് എന്ന മറുപടി? എന്താ സെൻസസ് കമ്മീഷൻ തന്ന മറുപടി? ഒരു മറുപടിയുമില്ല. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, അങ്ങയുടെ നിസ്സഹായ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതൊരു ഫെഡറൽ സിസ്റ്റം ഉള്ള രാജ്യമാണ്. ഒരു ഫെഡറൽ സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്കൊരു സ്റ്റേറ്റിന് പരിമിതിയുണ്ട്. NPR-ൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. നമുക്ക് ഈ രാജ്യത്തിലെ NRC-യിൽ ഒന്നും ചെയ്യാനാവില്ല. ഈ രാജ്യത്തിലെ CAA-യിൽ നമുക്ക് മാത്രം ഒരു നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. വസ്തുതയാണ് മുഖ്യമന്ത്രി. പക്ഷേ NPR-ന്റെ ഞാൻ കൊടുക്കില്ല. ആ മമതാ ബാനർജി കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞില്ല. നിങ്ങൾ ഇതിന് വിളിച്ച മീറ്റിംഗിൽ പോയി ഡൽഹിയിൽ. മമതാ ബാനർജി പോയില്ല. നിങ്ങൾ ആ മീറ്റിംഗിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ച് നുണ പറഞ്ഞു. എന്താ നുണന്നറിയോ? ഞങ്ങൾ അവിടെ വിയോജനക്കുറിപ്പ് എഴുതിയിട്ടില്ല. കളവാണ്. ഞങ്ങൾ വിവരാവകാശത്തിന് കൊടുത്തിട്ടുണ്ട്. അത് വരട്ടെ. കൊടുത്തിട്ടില്ല. ഒരു പത്രത്തിൽ പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇതിന്റെ മറവില് രാഷ്ട്രീയം കളിക്കുകയാണ് വളരെ കൃത്യമായി. ഇത് അപകടമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നത്, ഇതിലെ രാഷ്ട്രീയത്തെ നിങ്ങൾ തിരിച്ചറിയണം. ഇതിനിടയിൽ രാഷ്ട്രീയം മറക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, രാഷ്ട്രീയം മറന്നാൽ തീർന്നു എല്ലാം. രാഷ്ട്രീയമാണ് അടിസ്ഥാന ഘടകം. ഇതിനെന്താ പരിഹാരം? അതുമാണല്ലോ ആലോചിക്കുക. ബുദ്ധിയുള്ള സമൂഹം ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറുതെ എങ്ങനെ വന്നിട്ട് KM ഷാജി പ്രസംഗിക്കുക, സാദിഖ് അലി പ്രസംഗിക്കുക, റഷീദ് പ്രസംഗിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരാൾ പ്രസംഗിച്ച് പോക്കല്ലോ. പ്രസംഗിക്കുമ്പോൾ അതിനപ്പുറത്തൊരു വസ്തുത ഉണ്ട്. ഇതെന്ന് പരിഹാരം വേണ്ടേ? എന്താ പരിഹാരം? പരിഹാരം രാഷ്ട്രീയമാണ്. എന്താ കാരണം ഉണ്ടായത് നിങ്ങൾ ആലോചിക്കുക. CAA കൊണ്ടുവന്നു എന്ന് വെച്ചാൽ പൗരത്വ ബില്ല് കൊണ്ടുവരികയും അത് ആക്ട് ആക്കുകയും ചെയ്തു. എവിടെന്ന്? മാലാകമാർ ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന് ഇന്ത്യയിൽ CAA ഉണ്ടാക്കിയതാണോ? അല്ല. ഇന്ത്യയുടെ പാർലമെന്റിലാണ് അത് ഉണ്ടാക്കിയത്. പാർലമെന്റിന് 2 സഭയുണ്ട്. ഒന്ന് രാജ്യസഭ, ഒന്ന് ലോകസഭ. ഈ 2 സഭയിലും ഭൂരിപക്ഷം ഉണ്ടാകണം. അപ്പൊ എന്താ ഇത് ചെയ്യേണ്ടത്? തെരുവിൽ നടക്കുന്ന രാഷ്ട്രീയ സമരങ്ങളെ മുഴുവൻ സ്വാംശീകരിച്ചെടുത്ത് അതിനെ ഒരു ജനാധിപത്യ കരുത്താക്കി മാറ്റി ഇന്ത്യൻ പാർലമെന്റിലേക്ക് ആളുകളെ പറഞ്ഞയക്കുക. അവിടെ ഈ BJP-യെ തോൽപ്പിക്കാനുള്ള കരുത്ത് പാർലമെന്റിൽ ഉണ്ടാവുക. ഈ കൊണ്ടുവന്ന CAA റദ്ദ് ചെയ്യുകയും രാജ്യത്തിന്റെ തനിമയെ വീണ്ടെടുക്കുകയും ചെയ്യുക. ഇതാണല്ലോ പരിഹാരം. ശരി, ഇതാണ് പരിഹാരം. അതാണ് പരിഹാരമെങ്കിൽ ഇങ്ങനെ ഒരു പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുമ്പോൾ ബഹുമാന്യനായ സഖാവ് പിണറായി വിജയന്റെ പണി എന്താണ്? അത് പറ്റൂല. രാഹുൽ ഗാന്ധി, അമുൽ ബോബിയൻ, കോൺഗ്രസ് വരാൻ പറ്റൂല, ഞങ്ങൾ ശരിയാക്കിക്കാളൂ. പിന്നെ എങ്ങനെയുള്ള ചങ്ങായി ഈ രാജ്യം നന്നാവുക? നിങ്ങളിങ്ങനെ ശരിയാക്കിയല്ലേ BJP വന്നത് അല്ലേ? ശരിയാക്കി നിങ്ങൾ തീർന്നു പോയില്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? ഇത് സുരക്ഷിത കോട്ടയാണ്. ഏത്?
ഇത് സുരക്ഷിത കോട്ടയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലൊരു സുരക്ഷിത കോട്ട ബംഗാളിലില്ലായിരുന്നോ? ആ കോട്ട ഇപ്പം എവിടെയാണ്? അവിടെ നിങ്ങൾ സുരക്ഷിതരല്ല, കണ്ട നാട്ടുകാർ ചെവിക്കുറ്റി കടിക്കും ബംഗാളിൽ. അത് ഞങ്ങൾ CPM സുരക്ഷിതരല്ല. നിങ്ങൾ സുരക്ഷിത കോട്ട എവിടെ? ത്രിപുര. അടുത്ത സ്ഥിതി എന്താ? ഇപ്പോൾ അങ്ങോട്ട് പോണ വിസ വേണം. ഇവിടെ ഇപ്പോൾ KMCCൻ്റെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്താ ഡൽഹിക്കൊക്കെ ഉണ്ട്. ഇവരൊക്കെ വിദേശത്ത് പോകുന്ന ആൾക്കാരാണ്. നിങ്ങളൊന്ന് പോയി നോക്ക്. നിങ്ങൾക്ക് ഇന്തോനേഷ്യ, ലോകത്തിലെ 10-36 രാജ്യങ്ങളിൽ ഇറങ്ങാൻ വിസ വേണ്ട. വിസ വേണ്ട. അറിയാം ഞങ്ങൾ ഇപ്പൊ ഖത്തറിൽ പോകാൻ വിസ വേണ്ട. ഗൾഫിൽ സൗദി റിലാക്സ് ചെയ്യുന്നു വിസ നിയമങ്ങൾ. UAE 10 വർഷത്തേക്കുള്ള വിസ ഒക്കെ കൊടുക്കുകയാണ്. ഇവിടെ രാജ്യം മുഴുവൻ റിലാക്സ് ചെയ്യാണ്. പക്ഷെ നിങ്ങളെ ത്രിപുര ഉണ്ടല്ലോ, പഴയ സ്വർഗത്തിൽ, അവിടെ പോണ വിസ വേണം. വിവരം അറിഞ്ഞിട്ടില്ല സഖാക്കൾ, വിവരം അറിഞ്ഞിട്ടില്ല. ഇന്റർലൈൻ പെർമിറ്റ് എന്ന് പറയും. മോഡി അതും ചെയ്തു. ഇന്ത്യയിലെ 7ഓളം സ്റ്റേറ്റുകൾക്കകത്തേക്ക് ഇനി ഈ ചാവക്കാട്ടുകാരൻ, നിങ്ങൾ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന പ്രവാസികളുടെ നാടല്ലേ ഈ ചാവക്കാട് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് പോയി നോക്ക്, ലോകത്തേടെയും പോകാം. പക്ഷെ മോഡിന്റെ ത്രിപുരയിൽ, ഇന്ത്യയിൽ പോണെങ്കിൽ ത്രിപുര പോണ വിസ വേണം. നിങ്ങളെ സ്വർഗരാജ്യം അത്. അതുകൊണ്ട് വെറുതെ ബടായി പറഞ്ഞിട്ട് എന്നിട്ട് പറയാണ് മുസ്ലിങ്ങളെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഉള്ളിടത്തോളം കാലം. നിങ്ങളങ്ങ് മരിച്ചുപോയ ഞങ്ങൾ എന്ത് ചെയ്യും? പിണറായി വിജയ ആരെയും ചോദിക്കുകയാണ്. നിങ്ങൾ ഉള്ളിടത്തോളം എന്തൊരു വിഡിത്ത നിങ്ങൾ ഈ പറയണത്? ഒരു രാഷ്ട്രീയം സംസാരിക്കേണ്ടത് അതാണോ? നിങ്ങളിപ്പോ ചോദിക്കണില്ലേ രാഹുൽ ഗാന്ധി എവിടെ? എടോ, രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു ഇവിടെ തന്നെ, ഇപ്പോഴും ഉണ്ട്. 2 കൊല്ലം ആ മനുഷ്യൻ ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ കറങ്ങി, എല്ലായിടത്തും പോയി. നിന്റെ വാതിലിന്റെ മുമ്പിൽ വന്ന് മുട്ടി വിളിച്ച്, ഇതാ 2 ചെകുത്തന്മാര് വരികയാണ്, സൂക്ഷിച്ചോ, അവര് വന്ന ഈ നാട് തകരും, അതുകൊണ്ട് സൂക്ഷിക്കണം, സൂക്ഷിക്കണം, സൂക്ഷിക്കണം എന്നാ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിരുന്നപ്പോ നിങ്ങൾ പറഞ്ഞു, പോയി പണിയൊക്കെ, ഞങ്ങൾ ഈ ജനാധിപത്യ ശക്തി BJP-നെയും കോൺഗ്രസിനെയും തകർത്ത് ഇന്ത്യ ഭരിക്കും. ആരിവരെ ഈ എഴുന്നേറ്റിക്കാൻ കാലിന് ആപതില്ലാത്തവർ പറയുന്നു, ഏത് ഞങ്ങൾ ഇന്ത്യ ശരിയാക്കും. അവസാനം ആ മനുഷ്യൻ തോറ്റു. ഇന്ത്യ മനുഷ്യനെ തോൽപ്പിച്ചു കളഞ്ഞിട്ട് 2 ചെകുത്താന്മാർ ഇന്ത്യയിലെ വന്നാൽ ഉപയോഗിക്കുക. രാഹുൽ ഗാന്ധി എവിടെയാണ്? സൗര്യല്ലേ പറഞ്ഞു തരാൻ? സൗര്യല്ല, സമയമുള്ളപ്പം വന്നോളൂ. നിങ്ങൾ ആരോട് ചോദിക്കാൻ? നിങ്ങൾക്ക് എന്താ അർഹതയുള്ളത്? ഞാൻ പറയണത് രാജ്യത്തിലെ ജനാധിപത്യത്തെ കരുപ്പിടിപ്പിക്കേണ്ട ഘട്ടത്തിൽ നിങ്ങളത് ഭിന്നിപ്പിക്കാൻ നടന്നു. രാജ്യത്തെ BJP-യെ ഒതുക്കാൻ വന്ന രാഷ്ട്രീയത്തെ നിഷ്കാസനം ചെയ്യാൻ നിങ്ങൾ രാജ്യത്തിറങ്ങി. എന്നിട്ട് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയോടുള്ള സ്നേഹത്തിന്റെ ഊക്ക് നിങ്ങൾ കാണണം. ഇവിടെ ഒരു ഭാഗത്ത് ഈ പൗരത്വ പ്രശ്നമായിട്ട് നമ്മളിങ്ങനെ ബേജാറായി നടക്കുന്നതാണ് ഇവരെ വിചാരം. വേറെ ഒന്നും ശ്രദ്ധിക്കൂലല്ലോ. നിങ്ങൾക്കറിയുമോ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ 13 യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ 13 യൂണിവേഴ്സിറ്റികളിൽ 65 സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റുകളുണ്ട്. ആ സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റുകളിൽ ഗവൺമെന്റിന്റെ ഇംഗിതത്തിനനുസരിച്ച് വെക്കലാണ്. മാറി മാറി വരുന്ന ഗവൺമെന്റ്. എന്നാലും ഏത് ഗവൺമെന്റ് വന്നാലും ഇവിടുത്തെ സാമുദായിക പരിരക്ഷ അവിടെയൊക്കെ കൊടുക്കും, അവിടെയൊക്കെ ഉണ്ടാവും എല്ലാ കാലത്തും. എന്നാൽ ഇന്നത്തെ കേരളത്തിന്റെ 13 യൂണിവേഴ്സിറ്റികളെ അവസ്ഥ അറിയോ നിങ്ങൾക്ക്? ഒരു മുസ്ലിം, ഒരു ദളിതൻ, ഒരു ഈഴവൻ, ബാക്കി വരുന്നത് മുഴുവനും ഭൂരിപക്ഷവും മറ്റ് സവർണ സമുദായങ്ങൾ. പിണറായി വിജയൻ എന്താ മനസ്സിലാക്കിയത്? ഒരു ഭാഗത്ത് ഇങ്ങനെ മൊലിയാരൊക്കെ തൊട്ട് തടവി ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നടക്കുകയാണ്. മറുഭാഗത്ത് ഒരു ജനതയെ നിങ്ങൾ നിഷ്കാസനം ചെയ്യാൻ RSS-ഉം സംഘപരിവാരും ചെയ്യുന്ന എന്താണെന്നറിയോ? സാമൂഹ്യ ഇടങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ തുരത്തുകയാണ്. വൃത്തിയായി നിങ്ങളും അത് ചെയ്യുകയാണ്. ഈ രാജ്യത്തിന്റെ പൊതു ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുന്ന അധികാരം ഉപയോഗിച്ച് നിങ്ങൾ അവരെ ബഹിഷ്കരിക്കുകയാണ്, അവരെ ഇല്ലാതെയാക്കുകയാണ്. എന്നിട്ട് കള്ള രാഷ്ട്രീയം പറഞ്ഞിട്ട് ഇവിടുത്തെ BJP-ക്ക് കുടലൂതി. BJP എന്തിനാ കേരളത്തില്? എനിക്കറിയാം കണ്ണൂരിൽ എന്തിനാ BJP ആവശ്യമുണ്ടോ? വടകര താലൂക്കിൽ എന്തിനാ BJP ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. CPM എന്ന് പറയുന്ന വർഗീയ രാഷ്ട്രീയ പാർട്ടിയുടെ തനിനിറം കാണിക്കുന്ന ഇടങ്ങളാണ് അവിടെയൊക്കെ. മാന്യമായിട്ട് പോലും ഒരു ജനതയോട് പെരുമാറാത്തവർ. എന്നിട്ട് CA വന്നപ്പോ കുറച്ച് ആള് പേടിച്ചു എന്ന് കരുതി അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് ഇതൊക്കെ മറച്ചു വെച്ച് കളയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ സമരത്തിനിടയിലും നിങ്ങൾ രാഷ്ട്രീയത്തെ മറക്കരുത്. ഞാനത് വളരെ കൃത്യമായി പറയുന്നു. അത് മറന്നുപോയാൽ നിങ്ങൾ ഇന്ത്യൻ സ്വത്വത്തെ അംഗീകരിക്കണം, ഇന്ത്യൻ രാഷ്ട്രീയത്തെ അംഗീകരിക്കണം. ഈ രാജ്യത്തൊരു ജനാധിപത്യ കരുത്തോടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. അതിന് കഴിയണില്ല. എന്നിട്ട് നിയമസഭയിൽ നിന്ന് വലിയ ചാരിത്ര പ്രസംഗമാണ്. എന്താ പ്രസംഗം എന്നറിയോ? പിണറായി വിജയന്റെ, എന്താ ലീഗുകാരാ നിങ്ങൾ സമരത്തിന് വരാഞ്ഞത്? ശരി, ഞങ്ങൾക്ക് ഭയങ്കര തെറ്റുപറ്റി. ഞാൻ ചോദിക്കട്ടെ, ബഹുമാന്യനായ സഖാവ് പിണറായി വിജയ, നിങ്ങൾ മമതാ ബാനർജിന്റെ ഏത് പ്രകടനത്തിലാണ് പോയി നിന്നിരുന്നത്? ഒരു പ്രകടനം ഷാഖാ കമ്മിറ്റിന്റെ പോയിനാ? ഇന്ത്യയില് ഈ നരേന്ദ്രമോദിക്കെതിരെ നെഞ്ചു വിരിച്ചു പൊരുതുന്ന ഒരു സ്റ്റേറ്റാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. അതിന്റെ നായികയാണ് മമതാ ബാനർജി. ആ മമതാ ബാനർജിയുടെ കൂടെ തെരുവിൽ നടക്കുന്ന ഒരു സമരത്തിൽ നിങ്ങളില്ല. എന്താ പങ്കെടുക്കാത്തത്?
എന്താ പങ്കെടുക്കാതെ? പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞല്ലോ പങ്കെടുക്കണം. പിണറായി വിജയന്റെ കണ്ണൂർ ലോബി പറഞ്ഞു പങ്കെടുക്കരുത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ് നിങ്ങളുടെ സമരത്തിൽ പങ്കെടുക്കണം. നിങ്ങൾ ചങ്ങല ഉണ്ടാക്കിയ ഞങ്ങൾ വന്നോണം. ഞങ്ങൾ ചോദിക്കാനും പറയാണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിന് വന്ന് നിൽക്കാൻ മുനീർ സാഹിബ് പറഞ്ഞ പോലെ ഞങ്ങൾ ആരാധി ഏർപ്പാടിൽ ഉള്ള ആളുകളൊന്നുമല്ല. അതിന്റെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നത്, ഈ സമരത്തെ അതിന്റെ സ്പിരിറ്റ് ചോദാതെ യൂത്ത് ലീഗുകാരാ കൊണ്ടുപോകാൻ കഴിയണം. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഒരുമിപ്പിച്ച് നിർത്തി ഈ നാട്ടിലെ പൊതു ഇടങ്ങളെ നമ്മൾ വർദ്ധിപ്പിക്കണം. നാട്ടിലെ ലൈബ്രറികൾ, നാട്ടിലെ ഗവൺമെന്റ് ആശുപത്രികൾ, രാജ്യത്തിലെ ഗവൺമെന്റ് സ്കൂളുകൾ, നമ്മുടെ രാജ്യത്തിലെ പൊതു ഇടങ്ങൾ യൂത്ത് ലീഗുകാരോട് ഞാൻ പറയുന്നു, ഇതൊരു തിരിച്ചറിവിന്റെ കാലമാണ്. എങ്ങനെയുള്ള തിരിച്ചറിവ്? ജനാധിപത്യത്തിന്റെ ശുദ്ധീകരണ സമയമാണിത്. ആ ശുദ്ധീകരണ സമയത്ത് നമ്മൾ കരുത്തോടെ അതിന് മുന്നിട്ടിറങ്ങണം. ഓരോ സമരങ്ങളും വലിയ തിരിച്ചറിവാണ്. ഗാന്ധിജി അങ്ങനെയായിരുന്നു. ഗാന്ധിജി ഉപ്പ് വറ്റിച്ചുണ്ടാക്കാൻ ശ്രമം നടത്തുമ്പോൾ അതൊരു സമരം മാത്രമായിരുന്നില്ല, അതൊരു മെസ്സേജ് ആയിരുന്നു. ചർക്കയിൽ തന്റെ വസ്ത്രം കോർത്തുണ്ടാക്കുമ്പോ അതൊരു മെസ്സേജ് ആയിരുന്നു. ആ ഗാന്ധിജിയാണ് ഇന്ത്യയുടെ സമരനായകനായി നമ്മുടെ മുമ്പിലുള്ളത്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഗാന്ധിജി പറയുന്നത് ഞാൻ നിരാഹാരം കിടക്കുകയാണ്. ഉപവാസമായിരുന്നു ഗാന്ധിജിയുടെ സമരത്തിന്റെ ഏറ്റവും വലിയ ആയുധം. അപ്പൊ എല്ലാവരും നെഹ്റു പോയിട്ട് പറഞ്ഞു, ബാപ്പുജി എന്താണ്, ആളുകൾ സ്വാതന്ത്ര്യം കിട്ടുന്ന ആവേശത്തിലാണ്, നിങ്ങൾ ചെയ്യരുത്. ബാപ്പുജി പറഞ്ഞു, ഈ ജനങ്ങള് പോലീസുകാരനെന്തിനാ ആക്രമിക്കണത്, തെരുവിലെന്തിനാ യുദ്ധം ചെയ്യണത്? ബാപ്പുജി പറഞ്ഞു എന്താണ് നെഹ്റു പറഞ്ഞു, ബാപ്പുജി അത് ഉണ്ടാവില്ല, നമുക്ക് നിർത്താം. വേണ്ട, എന്തു സ്വാതന്ത്ര്യം? മനുഷ്യർ തമ്മിൽ തല്ലിയിട്ട് ചോര ഒഴുക്കിയിട്ട് ഈ രാജ്യത്തിന്റെ വ്യവസ്ഥിതിയെ, പോലീസിനെ വെല്ലുവിളിച്ച്, ഈ രാജ്യത്തെ നിയമത്തെ വെല്ലുവിളിച്ച് എന്തിനാണ് ഈ സ്വാതന്ത്ര്യം? നമുക്ക് വേണ്ട, അതിലവർ ബ്രിട്ടീഷ് ഭരിക്കട്ടെ, അതും ഇതൊന്നല്ലേ. ഞാൻ നിരാഹാരമിരിക്കും. ബാപ്പുജി നിരാഹാരമിരുന്നു. 3-ാമത്തെ ദിവസം നെഹ്റു ഗാന്ധിജിയുടെ പന്തലിൽ ചെല്ലുന്നത് സമരം ചെയ്യുന്ന, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരികൾ അവരെ തടുക്കാൻ വന്ന പോലീസുകാർക്ക് റോസാപ്പൂക്കൾ കൊടുക്കുന്ന ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ബാപ്പുജി സമരം അവസാനിപ്പിച്ചു. നിങ്ങൾ കണ്ടില്ലേ, ഡൽഹിയിൽ സമരം ചെയ്യുമ്പോൾ ആ പെൺകുട്ടികളെ അടിക്കാൻ വന്ന പോലീസുകാരന് റോസാപ്പൂ നീട്ടി നിൽക്കുന്ന പെൺകുട്ടിയെ ഗാന്ധിയെ നമ്മൾ അതുപോലെ വീണ്ടും ഓർമ്മിച്ചെടുക്കുകയാണ്. ഇന്ത്യ മനോഹരമായി തിരിച്ചു വരികയാണ്. നിങ്ങളുടെ മക്കൾക്ക് ഈ സമരങ്ങളുടെ ഭാഗമായി ഗാന്ധിജിയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം, പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കണം. 1940-കളിലെയും 50-കളിലെയും ഇന്ത്യയുടെ അതിജീവനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ചാവക്കാട്ടിലെ കാർന്നോമാര് പഴയ സിലോണിലേക്ക് പോയത്, ഗൾഫിന്റെ മണലാരണ്യത്തിൽ ചാക്കു ചുമന്നത്, എന്തെല്ലാം അതിജീവനമായിരുന്നു നിങ്ങൾ നടത്തിയതെന്ന് നിങ്ങളുടെ പുതിയ തലമുറയോട് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. എല്ലാ സൗകര്യങ്ങളിലുമാണ് നിങ്ങൾ അവരെ വളർത്തുന്നത്. അവരോട് പറയണം, ഈ രാജ്യം ദരിദ്രമായിരുന്നു. 1942 മധുരയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജി ഒരു സമരം നയിക്കുകയാണ് ഡൽഹിയിലേക്ക്. ആ സമയത്ത് വൈഗാനദിയുടെ തീരത്ത് നിന്ന് കുറച്ചു വെള്ളം കുമ്പിളിലെടുത്ത് തലങ്ങനെ തടവണുണ്ട്, ചൂടുകൊണ്ട് തൻ്റെ തൊപ്പിങ്ങനെ നരക്കനുണ്ട്. ആ സമയത്താണ് ബാപ്പുജി ഒരു കാഴ്ച കാണുന്നത്. കുത്തിയൊലിക്കുന്ന വെള്ളമുള്ള ഒരിടത്ത്, കടുത്തോളമുള്ള വെള്ളത്തിലിരുന്ന ഒരു അമ്മ വസ്ത്രം അലക്കുകയാണ്. ബാപ്പുജിക്ക് മനസ്സിലായി. ആദ്യം ആലോചിച്ചു, അപകടമല്ലേ അവർ ചെയ്യുന്നത്. പിന്നെ മനസ്സിലായത്, ആ അലക്കിയെടുക്കുന്ന വസ്ത്രം എടുത്തിട്ട് വേണം ആ സ്ത്രീക്ക് അവരുടെ നഗ്നത മറക്കാൻ. കടുത്തൊപ്പമുള്ള വെള്ളത്തിലാണ് അവരവരുടെ നഗ്നത മറച്ചു വെച്ചിരിക്കുന്നത്. ബാപ്പുജി പാവമായിരുന്നു, ഹൃദയാലുവായിരുന്നു. തൻ്റെ മേൽക്കോട്ടടിച്ച് ബാപ്പുജി അവർക്ക് എറിഞ്ഞുകൊടുത്ത്, വെള്ളത്തിലിട്ട് തേവി കൊടുത്ത് അവരത് വാങ്ങി ബാപ്പുജിയുടെ മുമ്പിൽ നമസ്കരിച്ച് നിൽക്കുന്നത് കാണാതെ ആ മനുഷ്യൻ തിരിച്ചു പോകുമ്പോൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ചെറുപ്പക്കാരെ, എന്താണെന്നറിയുമോ? ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാവുന്നത് വരെ ഞാനിനി ഒറ്റ വസ്ത്രം മാത്രമേ ധരിക്കൂ. ഗാന്ധിജിയുടെ ഫോട്ടോ കണ്ടിട്ടില്ലേ നിങ്ങൾ? 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന തെമ്മാടി ആ മനുഷ്യന്റെ എല്ലിച്ച ശരീരത്തിലേക്ക് വെടിയുണ്ടകൾ ഉതിർത്ത് അത് പിടഞ്ഞു മരിക്കുമ്പോഴും ആ ദേഹത്തൊറ്റ വസ്ത്രമായിരുന്നു. എൻ്റെ ഓഫീസിൽ എൻ്റെ തലയുടെ പിറകിൽ ഗാന്ധിജിയുടെ ഫോട്ടോ കണ്ടിട്ട് അവിടെ വന്നൊരു കുട്ടി എന്നോട് ചോദിച്ചു, വാപ്പ ഉംറക്ക് പോയതാണോ എന്ന് ചോദിച്ചു. അങ്ങനെയാണല്ലോ ഗാന്ധിജിയെ കണ്ടാൽ ഒറ്റ വസ്ത്രം മാത്രം ധരിച്ച്.
അതിൻ്റെ ചരിത്രം ഇതാണ്. ഒരു സ്ത്രീയോടല്ല, ഒരു രാജ്യത്തിൻ്റെ കടപ്പാടിൽ നിന്നാണ് തൻ്റെ മേൽവസ്ത്രം അഴിച്ചെറിഞ്ഞത് ബാപ്പുജി. 948 അവിടെയാണ് അങ്ങ് ഡൽഹിയിൽ ഒരു കഞ്ഞി വിളമ്പൽ പരിപാടി നടക്കുകയാണ്. ആരാ ഉദ്ഘാടനം ചെയ്യുന്ന കാര്യങ്ങൾ? ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിപ്രഭാവത്തിൻ്റെ ഉടമ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. കഞ്ഞി ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പം എന്നെയൊക്കെ വിളിച്ചാൽ, MLA നിലക്ക് വിളിച്ചാൽ ഞാൻ കൊന്നാ പോവില്ല. പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു പറയും, പഞ്ചായത്ത് മെമ്പറെ കിട്ടൂല കഞ്ഞി വിളമ്പാൻ. നമ്മളിപ്പോൾ സുഭിക്ഷതയുടെ നാട്ടിൽ അല്ലേ ജീവിക്കണത്? എന്ത് കഞ്ഞി അല്ലേ? 48 കഞ്ഞിക്ക് അമൃതിൻ്റെ വിലയുണ്ടായിരുന്നു, അത്രമേൽ വിലയുണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് കഞ്ഞി വിളമ്പി കൊടുക്കുന്നത്. ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ പ്രായമുള്ള ഒരു സ്ത്രീ ഒരു വലിയ മൊന്ത പിടിച്ചിട്ട് കഞ്ഞിക്ക് വേണ്ടി നീട്ടി. നെഹ്റു പറഞ്ഞു അവരോട്, അമ്മക്ക് ഈ മൊന്ത ഒറ്റക്ക് പിടിക്കാൻ പറ്റുമോ? ഒരു ചെറിയ പരിഹാസമുണ്ടായിരുന്നു. അവരാ മൊന്ത പിറകോട്ട് വലിച്ചു. എന്നിട്ട് നെഹ്റുവിനോട് പറഞ്ഞു, പ്രധാനമന്ത്രി, എനിക്ക് മനസ്സിലായി കളിയാക്കൽ, പക്ഷെ നിങ്ങൾ അറിയണം, ഇതെനിക്കെൻ്റെ വയറിലേക്കല്ല, 23 വയറുകൾക്കാണ്. അവർക്കിവിടെ പാത്രമോയുമായി വരാൻ ഞാൻ ധരിച്ച പോലെ ഒരു വസ്ത്രം അവർക്കില്ല. അവരോട് മാപ്പ് പറഞ്ഞ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവർക്ക് പിന്നെയും കഞ്ഞി വിളമ്പി കൊടുത്തു. അവിടുന്നാണ് നമ്മൾ വന്നത്. റിലയൻസ് തയ്ച്ചു കൊടുക്കുന്ന 10 ലക്ഷത്തിൻ്റെ കോട്ടുമിട്ട് നടക്കുന്ന ഈ എരപ്പൻ പ്രധാനമന്ത്രിക്ക് അറിയില്ല എവിടെ നിന്നാണ് ഇന്ത്യ വന്നത് എന്ന്. എത്ര ദാരിദ്ര്യമായിരുന്നു ഇന്ത്യയിലെന്ന്. ബന്നിന്റെ മുകളിൽ മുന്തിരി വച്ച പോലെ ഈ ചീർത്തു വീർത്ത അമിഷയൊക്കെ കയറിയിരിക്കുന്ന ഇന്ത്യ എവിടുന്നാ വന്നത് എന്നറിയില്ല നിങ്ങൾക്ക്. ദാരിദ്ര്യത്തിനെയും കഷ്ടപ്പാടിനെയും ഇന്ത്യ അതിജീവിച്ചത് മതത്തിന്റെ പേരിലല്ല, മനുഷ്യന്റെ പേരിലാണ്. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖുകാരനും ഒക്കെ. നിന്റെ മതത്തിന്റെ മനസ്സിലെ വിഷം കൊണ്ട് അവരെ അങ്ങ് പറിച്ചു കളയാൻ നീ ഇനിയും 1000 തന്തമാർക്ക് ജനിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇത് ഇന്ത്യയാണ്. ഒരു 2ാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവരാണ് ഞങ്ങളെന്ന് ഈ പുതിയ തലമുറയിലെ കുട്ടികൾ അഭിമാനിക്കുന്നു. ആ കുട്ടികൾക്ക് അഭിമാനമുണ്ട്. ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള സമരമാണിത്. ഒറ്റുകാർ വരുമ്പോൾ ജാഗ്രതയായിരിക്കുക, ജാഗ്രവത്തായി നിൽക്കുക, അവർക്കെതിരെ പൊരുതാനുള്ള കരുത്തായി മനസ്സിൽ സൂക്ഷിക്കുക. സമരങ്ങൾ അവസാനിച്ച് വീട്ടിൽ പോയാലും നെഞ്ചിൻ കൂട്ടിലെ രാഷ്ട്രീയത്തിന്റെ നെരിപ്പോട് കെടുത്താതെ ഇരിക്കുക. അതാണ് ഇതിന്റെ പരിഹാരമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജയ് ഹിന്ദ്.